നമസ്കാരം. കുവൈറ്റിലെ മംഗഫിലെ ലേബർ ക്യാമ്പിലുണ്ടായ തീപിടുത്തത്തിൽ കത്തിയമർന്നത് ഒരു പിടി സ്വപ്നങ്ങളാണ്. കെട്ടിടത്തെ വിഴുങ്ങിയ തീ ഇന്ത്യയെയും കേരളത്തെയും ഇപ്പോഴും പൊള്ളിക്കുന്നുണ്ട്. ദഹിപ്പിക്കാനെത്തുന്ന തീയിൽ നിന്ന് ശ്വാസം മുട്ടിച്ച പുകയിൽ നിന്ന് ജീവന് വേണ്ടി നെട്ടോട്ടമോടിയ, കെട്ടിടത്തിൽ നിന്ന് ചാടുന്നതിനിടെ വീണുമരിച്ച മനുഷ്യരുടെ ചേതനയേറ്റ ശരീരങ്ങൾ ഇപ്പോഴും മനസ്സിൽ നിന്ന് മായുന്നില്ല. മൃതദേഹങ്ങൾ ഇന്ന് രാത്രി തന്നെ ഇന്ത്യയിലേക്ക് എത്തിക്കുമെന്നാണ് കരുതുന്നത്. പ്രവാസലോകം കണ്ണീരണിയുമ്പോൾ ഉള്ളുലയുകയാണ് ഓരോ മനുഷ്യൻ്റെയും നടുങ്ങി പ്രവാസലോകം. അജിത് കോളശ്ശേരി, നോർക്ക CEO KV അബ്ദുൽ ഖാദർ, കേരള പ്രവാസി ക്ഷേമ ബോർഡ് ചെയർമാൻ അഷ്റഫ് താമരശ്ശേരി, സാമൂഹ്യ പ്രവർത്തകൻ OV മുസ്തഫ, ഡയറക്ടർ നോർക്ക റൂട്ട്സ്, KP ഫാബിയൻ, നയതന്ത്ര വിദഗ്ധൻ ജാവേദ് ബിൻ ഹമീദ്, നഴ്സ്, ഒപ്പം തന്നെ വിവിധ രാഷ്ട്രീയ പ്രതിനിധികളെയും ഞങ്ങൾ ചർച്ചയിൽ പ്രതീക്ഷിക്കുന്നു. ആദ്യം ശ്രീ ജാവേദ് ബിൻ ഹമീദ്, നോക്കൂ, ഒരു വലിയ തീപിടുത്തം, അതിനകത്ത് കുടുങ്ങിപ്പോയവരാണ് യഥാർത്ഥത്തിൽ അപകടത്തിൽപ്പെട്ടത്. വളരെ കുറഞ്ഞ സമയത്തിനുള്ളിൽ തന്നെ, ഏതാണ്ട് മിനിറ്റുകൾക്കുള്ളിൽ തന്നെ, 10 മിനിറ്റിൽ തന്നെ തീയണക്കാൻ കഴിഞ്ഞിരുന്നു എങ്കിൽ പോലും ശ്വാസം മുട്ടിയാണ് പലരും മരിച്ചത് എന്ന നിലയിലാണ് വാർത്തകൾ പുറത്തു വന്നിട്ടുള്ളത്. ലഭ്യമാകുന്ന ഏറ്റവും നല്ല ചികിത്സ തന്നെ, അല്ലെങ്കിൽ രക്ഷാപ്രവർത്തനം തന്നെ അവിടെ നടത്താൻ കഴിഞ്ഞു എന്നാണോ നമ്മളിവിടെ മലയാളികൾ കരുതേണ്ടത്? തീർച്ചയായും ഇവിടെ ഒരു വളരെ നല്ലൊരു രക്ഷാപ്രവർത്തനമാണ് ഇവിടെ നടന്നത്. നമുക്കറിയാം, ഏകദേശം ഒരു 40-ൽ പരം ആളുകൾ മരിച്ചത് ശ്വാസ തടസ്സം ഉണ്ടായിട്ടാണ്. 1-2 മൃതശരീരം മാത്രമേ കത്തി നശിച്ചിട്ടുള്ളൂ. അതിൽ ഒരു മൃതശരീരം ബീഹാർ സ്വദേശിയുടെ ഒരു മൃതശരീരം മാത്രമേ മൊത്തമായിട്ട് കത്തി നശിച്ചിട്ടുള്ളൂ. ബാക്കിയെല്ലാം ഈ പുക ശ്വസിച്ചുകൊണ്ടുള്ള മരണമാണ്. ഇപ്പോൾ നമുക്ക് അറിയാൻ കഴിയുന്നത്, ഞാനിവിടെ ഫർവാനിയ ദജീജിലെ ഈ എംബാമിംഗ് നടക്കുന്ന സ്ഥലത്താണുള്ളത്. ഇവിടെ നിന്ന് കൃത്യം ഒരു 10 മണിയോടുകൂടിയാണ് എയർപോർട്ടിലേക്ക് ഇവിടെ നിന്ന് മൃതദേഹങ്ങൾ ഷിഫ്റ്റ് ചെയ്യാൻ പോകുന്നത്. കുവൈറ്റ് സമയം 1 മണിക്കാണ് ഫ്ലൈറ്റ്, ചാർട്ടേഡ് ഫ്ലൈറ്റ്. അത് കുവൈറ്റ് ചാർട്ട് ചെയ്യുന്ന സ്വകാര്യ ഫ്ലൈറ്റ് ആണ്. അതിലാണ് ഇന്ത്യയിലേക്ക് അവരുടെ മൃതദേഹം കൊണ്ടുവരുന്നത്. രാത്രി 1 മണിയോടുകൂടി അത് ഇവിടെ പുറപ്പെടും. ഈ കുവൈറ്റ് സമയം 8 മണിക്കാണ് അത് ഇവിടെ കുവൈറ്റിൽ ലാൻഡ് ചെയ്യുന്നത്. അത് ലാൻഡ് ചെയ്തതോടുകൂടി 10 മണിയാകുമ്പോൾ, കുവൈറ്റ് സമയം 10 മണിക്ക് ഇവിടെ നിന്ന് 45 മൃതദേഹങ്ങളും എയർപോർട്ടിലേക്ക് കൊണ്ടുപോകുന്നതാണ്. അത് കഴിഞ്ഞ് 1 മണിയോടുകൂടി ആ ഫ്ലൈറ്റ് ഇന്ത്യയിലേക്ക് വരുന്നതാണ്. ഇന്ന് രാത്രി 1 മണിയോടുകൂടി മൃതദേഹം ഇന്ത്യയിലേക്ക് എത്തും എന്നാണ് കരുതുന്നത്. ആദ്യം അതിൻ്റെ റൂട്ട് വ്യക്തമാണോ? അതായത് 45 ഇന്ത്യക്കാരെന്ന് പറയുമ്പോൾ ഭൂരിഭാഗവും മലയാളികളാണെങ്കിൽ കേരളത്തിൽ, അതായത് 24 മലയാളികളുണ്ട്. കേരളത്തിലേക്കാണോ ആദ്യം വിമാനം ഇറങ്ങുക? വിമാനം ഏത് ഡെസ്റ്റിനേഷനിലേക്കാണ് പോകുന്നതിനെ കുറിച്ചിട്ടുള്ള ഒരു വ്യക്തത കിട്ടാനുണ്ട്. എങ്കിലും രാത്രി കുവൈറ്റ് സമയം 1 മണിയോടുകൂടിയാണ് വിമാനം ഇന്ത്യയിലേക്ക് പുറപ്പെടുന്നത്. വ്യക്തമാണ്. ആ കാര്യം പുതുതായുള്ള അറിവാണ്. അഷ്റഫ് താമരശ്ശേരി കൂടി നമ്മോടൊപ്പം ചേരുന്നു, സാമൂഹ്യ പ്രവർത്തകനാണ്. ശ്രീ അഷ്റഫ് താമരശ്ശേരി, നമുക്ക് വലിയ ദുരന്തമാണ്. വ്യത്യസ്ത ഇടങ്ങളിൽ ഉണ്ടാകുന്ന ഇത്തരം ദുരന്തങ്ങളിലെ മൃതദേഹം നാട്ടിലെത്തിക്കുന്നതിലൊക്കെ തന്നെയും ശ്രദ്ധേയമായ പ്രവർത്തനം കാഴ്ചവെച്ചിട്ടുള്ള ആളാണ് താങ്കൾ. ഇപ്പോൾ സ്വാഭാവികമായും നാവികസേനയുടെ പ്രത്യേക ദൗത്യ സംഘം തന്നെ ഈ വിമാനത്തിൽ ഇപ്പോൾ മൃതദേഹം എത്തിക്കുന്നതിന് വേണ്ടിയുള്ള നടപടികൾ തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ്. പക്ഷേ അഷ്റഫ് താമരശ്ശേരി, ഇത് എവിടെയും സംഭവിക്കാം ഇത്തരത്തിലുള്ള ദുരന്തം. കാരണം ഇപ്പോഴും ലേബർ ക്യാമ്പ് എന്നുള്ള നിലയിൽ തന്നെയാണ് കാണേണ്ടത് എന്നാണോ? അതല്ല, ലേബർ ക്യാമ്പ് പറയും. ഇതിപ്പോൾ ലേബർ ക്യാമ്പിൽ വന്നതാണ്. ബിൽഡിങ്ങിന് തീ വരലുണ്ട്, അവിടെ ആൾ മരണപ്പെടലുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു സേഫ്റ്റി കുറവുകൊണ്ടൊന്നല്ല ഇതിപ്പോൾ നമ്മൾ ടൈം ആകുമ്പോൾ ദൈവം നമ്മൾ വിളിച്ച് നിറച്ചാൽ, അതല്ലാണ്ട് ഇതിന് വേറൊരു പ്രത്യേക ഒരു അത്ഭുതമൊന്നുമില്ല. കാരണം പല നല്ല നല്ല ഫ്ലാറ്റുകൾ കത്തി പിടിക്കലുണ്ട്, അവിടെ ആളുകൾ മരണപ്പെട്ടിട്ടുണ്ട്. ഒരു കഴിഞ്ഞ 2 മാസം മുമ്പ് 5 ആൾ മരണപ്പെട്ട എൻ്റെ അനുഭവത്തിലുണ്ട്. ഭാര്യയും ഭർത്താവ് രക്ഷപ്പെട്ടു. പിന്നെ അസുഖങ്ങൾ പരിക്ക് പറ്റിയല്ല, ഏറ്റവും നല്ല അവിടെ തന്നെ ചികിത്സിക്കുകയാണ് എൻ്റെ ഒരു അഭിപ്രായത്തിൽ. അവിടുത്തെ ഒരു ചികിത്സ ഇവിടെ കിട്ടണമെന്ന് ഇല്ല, എൻ്റെ കാഴ്ചപ്പാടാണ് ഞാൻ പറയുന്നത്. അങ്ങനെയാണോ? ഒരു മിനിറ്റ്, ഞാൻ അങ്ങനെയൊക്കെ എത്താം. ശ്രീ KV അബ്ദുൽ ഖാദർ, ഇപ്പോൾ നേരത്തെ നോർക്ക പറഞ്ഞത് 24 മലയാളികൾ മരിച്ചു, 12 പേർ ICUവിലാണ് എന്നുള്ളതാണ്. 49 പേരാണ് ആകെ മരിച്ചിട്ടുള്ളത്. അതിൽ 45 പേർ ഇന്ത്യക്കാരാണ്. 45-ലാണ് 24 മലയാളികൾ. ഇനിയും 12 പേർ ICUവിലുണ്ട്. നോക്കൂ, അപകടത്തിൽപ്പെട്ടവരിൽ തീപൊള്ളലേറ്റവരുണ്ട്,
പുക ശ്വസിച്ച് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുള്ളവരുണ്ട്. അവരെയാണ് ICUവിലൊക്കെ താമസിപ്പിച്ചിട്ടുള്ളത്. യഥാർത്ഥത്തിൽ നമ്മൾ കുവൈറ്റിൽ തന്നെ അവരെ തുടരാൻ അനുവദിക്കുകയാണോ അതോ അവരെ നാട്ടിലേക്ക് കൊണ്ടുവരുന്നുണ്ടോ? ഇല്ല, ചികിത്സ അവിടെ തന്നെ ലഭ്യമാക്കുകയാണ്. മെച്ചപ്പെട്ട ചികിത്സ തന്നെയാണ് കുവൈറ്റിൽ ലഭ്യമാകുന്നത്. അതിൽ നിലവിൽ മറ്റ് പരാതികളോ ഒന്നും ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. ഏതായാലും ആരോഗ്യമന്ത്രി ഇന്ന് രാത്രിയോടുകൂടി കുവൈറ്റിലെത്തും. മറ്റൊരു വിവരം നൽകാനുള്ളത്, മൃതദേഹം നാളെ രാവിലെ 8:30 മണിക്ക് കൊച്ചി വിമാനത്താവളത്തിൽ 23 പേരുടെ മൃതദേഹങ്ങളുമായിട്ട് എത്തും. ലോക കേരള സഭയുടെ സമയം മാറ്റിവെച്ചിരിക്കുന്നു. രാവിലെ ആരംഭിക്കേണ്ടത് ഉച്ചതിരിഞ്ഞ് 3 മണിക്ക് മാത്രമേ ആരംഭിക്കുകയുള്ളൂ. ഇതാണ് ഏറ്റവും പുതിയ ഒരു വിവരം. ഇവിടെ ഈ ദുരന്തം യഥാർത്ഥത്തിൽ ആ സംഭവം അറിഞ്ഞ ശേഷം വളരെ ശക്തമായ ഇടപെടലാണ് നമ്മുടെ സംസ്ഥാന ഗവൺമെൻറ്റും അതുപോലെ തന്നെ കേന്ദ്ര ഗവൺമെൻറ്റും ഒക്കെ നടത്തിയിട്ടുള്ളത്. ഇപ്പോൾ ലോക കേരള സഭ നടക്കുന്ന ഒരു ഘട്ടം, ഈ ദുരന്ത വിവരം അറിഞ്ഞ ഉടനെ മുഖ്യമന്ത്രിയുടെ നിർദ്ദേശമനുസരിച്ച് നോർക്ക അവിടെ ഇടപെടുകയും പൊതുവിൽ മലയാളി സംഘടനകളെ ആകെ യോജിപ്പിച്ച് ആശുപത്രികളിലേക്ക്, അതിനു മുമ്പ് തന്നെ കുവൈറ്റ് ആരോഗ്യ വകുപ്പും മറ്റ് ഡിപ്പാർട്ട്മെൻറ്റുകളൊക്കെ തന്നെ ഇവരെ എത്തിച്ചിരുന്നു. അപ്പോൾ മലയാളികളുടെ ഒരു കോർഡിനേഷൻ ശക്തമായിട്ടുണ്ടാക്കാൻ സംസ്ഥാന തലത്തിൽ നടത്തിയ ഇടപെടൽ ഫലം കണ്ടു. ഇത് ഒരു ദുരന്തം എന്നുള്ള നിലയിൽ നമുക്ക് നൽകുന്നത് ഒരു വലിയ പാഠമാണ്. ഇപ്പോൾ ഗൾഫിലെ എല്ലാ രാജ്യങ്ങളിലും പ്രവാസി മലയാളികൾ താമസിക്കുന്നത് അപകടകരമായ സ്ഥിതിയിലല്ല. ശ്രീ അഷ്റഫ് താമരശ്ശേരി പറഞ്ഞത് അത് കറക്റ്റാണ്. അതേസമയം ഇപ്പം കുവൈറ്റിലെ സംഭവം നമുക്ക് നൽകുന്ന ഒരു മുന്നറിയിപ്പ് എന്താണെന്ന് ചോദിച്ചാൽ, ഇത്രയധികം ആളുകളെ ഒന്നിച്ച് ഒരിടത്ത് താമസിപ്പിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അവരുടെ സുരക്ഷ കണക്കാക്കേണ്ടിയിരുന്നു. ഇപ്പം ഇങ്ങനെ ഒരു തീപിടുത്തം ഉണ്ടാകുമോ എന്ന് ഒരുപക്ഷെ നേരത്തെ അറിയാൻ കഴിയുമായിരിക്കില്ല. പക്ഷേ അങ്ങനെ സംഭവിച്ചാൽ എങ്ങനെ അവരെ രക്ഷപ്പെടുത്താൻ കഴിയുന്ന ഒരു സംവിധാനം, ഇതെല്ലാം നോക്കണം എന്നുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. KV അബ്ദുൽ ഖാദർ, വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളാണ് താങ്കൾ പറയുന്നത്. രാവിലെ 8:30 മണിക്ക് കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ 23 പേരുടെ മൃതദേഹവുമായി പ്രത്യേക വിമാനം ഇറങ്ങും എന്നാണ്. 23 പേരുടെ മൃതദേഹം. അതുപോലെ തന്നെ ലോക കേരള സഭ ഉച്ചതിരിഞ്ഞ് 3 മണിക്ക് മാത്രമേ ആരംഭിക്കുകയുള്ളൂ എന്നുള്ളതാണ്. KV അബ്ദുൽ ഖാദർ ആണ് ഈ വിവരം നൽകുന്നത്. KV അബ്ദുൽ ഖാദറിലേക്ക് നമുക്ക് തിരിച്ചെത്താം. OV മുസ്തഫ കൂടി നമ്മോടൊപ്പം ഉണ്ട്, നോർക്ക റൂട്ട്സിൻ്റെ ഡയറക്ടർ. ശ്രീ OV മുസ്തഫ, ലോക കേരള സഭ മലയാളികളുടെ ഔട്ട്റീച്ചാണ് ലോക കേരള സഭ എന്ന് പറയുന്നത്. ലോകത്ത് എവിടെയെങ്കിലും എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ അവിടെയുള്ള മലയാളി സമൂഹത്തിൻ്റെ സുഖവിവരങ്ങൾ അന്വേഷിക്കാനും അവർക്ക് എന്തെങ്കിലും തരത്തിൽ പ്രശ്നങ്ങളുണ്ടെങ്കിൽ ആ പ്രശ്നങ്ങൾക്ക് ഒരു കൂട്ടായ്മ രൂപീകരിക്കാൻ വേണ്ടിയിട്ടാണ് ലോക കേരള സഭ യഥാർത്ഥത്തിൽ തിരുവനന്തപുരത്ത് സമ്മേളിക്കുന്നതിനിടെയാണ് ഇത്തരത്തിലൊരു ദുരന്തം കുവൈറ്റിൽ ഉണ്ടായിട്ടുള്ളത്. അത് കൊണ്ട് ഗുണമാണോ ഉണ്ടായത്, ദോഷമാണോ ഉണ്ടായത്? അതായത് ഒരു കോർഡിനേഷൻ സാധ്യമായിട്ടുണ്ടോ അതിലൂടെ? എനിക്ക് കേൾക്കുന്നില്ല ശ്രീ OV മുസ്തഫ. ഇപ്പോൾ കേൾക്കാം. എനിക്ക് കേൾക്കാം ശ്രീ OV മുസ്തഫ. കേൾക്കാമോ? ഓക്കെ. നികേഷ്, ആദ്യമായി മരണപ്പെട്ടവരുടെ മുൻപിൽ ആദരാജ്ഞകൾ അർപ്പിച്ചുകൊണ്ട് അവരുടെ കുടുംബാംഗങ്ങളുടെ ദുഃഖത്തിൽ പങ്കുചേർന്നുകൊണ്ട് ആരംഭിക്കട്ടെ. ഈ ഒരു അവസ്ഥ ലോക കേരള സഭ സെഷൻ തുടങ്ങുന്നതിന് മുമ്പോ അല്ലയോ എന്നുള്ളതല്ല, ലോക കേരള സഭ കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള വളരെ വിശാലമായിട്ടുള്ള ഒരു നെറ്റ്വർക്ക് ഉണ്ട്. അതിൻ്റെ ഭാഗമെന്ന നിലയ്ക്ക് മറ്റ് വ്യത്യാസങ്ങളൊക്കെ മാറിക്കൊണ്ട് തന്നെ ഇപ്പോൾ കുവൈറ്റിലെ എല്ലാ സാമൂഹ്യ സാംസ്കാരിക സംഘടനകളും ഒന്നിച്ചാണ് ഈ ഒരു മിഷനിൽ പങ്കെടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ വിവരം വന്ന് 4 മണിക്കൂറിനുള്ളിൽ തന്നെ നോർക്കയ്ക്ക് അവിടെ ഹെൽപ്പ് ഡെസ്ക് തുടങ്ങാനും ആ നമ്പറുകൾ കേരളത്തിലുള്ള മുഴുവൻ ആളുകൾക്കും, കേരളത്തിലുള്ള പ്രവാസ ലോകത്തിന് മുഴുവൻ എത്തിക്കാനും കഴിഞ്ഞത് അതുകൊണ്ടാണ്. അപ്പോൾ ലോക കേരള സഭ നേരത്തെ തന്നെ പ്രവർത്തിച്ചുകൊണ്ടതിൻ്റെ ഭാഗമെന്ന നിലക്കാണ് ഇത് വന്നത്. പിന്നെ ലോക കേരള സഭയുടെ വർക്ക് നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് എല്ലാം സ്റ്റോപ്പ് ചെയ്തുകൊണ്ട് അതിൻ്റെ CEO അജിത്തും എല്ലാ ആളുകളും തന്നെ
മറ്റു പ്രവർത്തികളൊക്കെ നിർത്തിക്കൊണ്ട് ഇന്നലെ പൂർണ്ണമായി രാത്രി 1:30-2 മണി വരെ ഇതിനു വേണ്ടി പ്രവർത്തിക്കായിരുന്നു. ഇന്നും കാലത്ത് അവരത് തന്നെ ചെയ്തുകൊണ്ടിരുന്നു. റൈറ്റ്. നോക്കൂ, ഇതിവിടെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം ഷോവി മുസ്തഫ, പ്രത്യേകിച്ച് ഈ ഗൾഫ് മേഖലയിൽ നിന്നുള്ള നോർക്ക റൂട്ട്സ് ഡയറക്ടർ എന്നുള്ള നിലയിൽ നമ്മുടെ നാട്ടിലിപ്പോൾ നമ്മളെന്തിനാണ് അന്യനാട്ടിലേക്ക് പോകുന്നത്? നമ്മുടെ നാട്ടിൽ തന്നെ ഈ അന്യസംസ്ഥാന തൊഴിലാളികളെ ഒക്കെ തന്നെയും വളരെ വൃത്തിഹീനമായ അന്തരീക്ഷത്തിൽ ഒരു മുറിയിൽ തന്നെ എത്ര പേരെയാണ് നമ്മൾ ഉൾക്കൊള്ളിക്കുന്നത് എന്നറിയില്ല. ഒരു വലിയ ദുരന്തം ഈ ഒരു സാഹചര്യത്തിൽ നമുക്ക് മുൻകൂട്ടി കാണാവുന്നതാണ്. അതേ നിലയിൽ തന്നെ ഗൾഫ് രാജ്യങ്ങളിലും മുൻകാലങ്ങളിൽ നമ്മൾ കേട്ടിട്ടുണ്ട് ഇത്തരത്തിലുള്ള ലേബർ ക്യാമ്പുകൾ ഇങ്ങനെ അട്ടിയിട്ടാണ് ആളുകളെ. പക്ഷേ അത് വ്യത്യസ്ത ഗൾഫ് രാജ്യങ്ങളുടെ, പ്രത്യേകിച്ച് കുവൈറ്റ് പോലുള്ള ഗൾഫ് രാജ്യങ്ങളുടെ നിയന്ത്രണങ്ങളിൽപ്പെട്ട് മെച്ചപ്പെട്ട രീതിയിലുള്ള ജീവിത സൗകര്യങ്ങൾ അവർക്ക് ലഭിച്ചിരുന്നു. ഇപ്പോൾ കുവൈറ്റ് ഇത്തരം നിയമങ്ങൾ വളരെ കർശനമായി നടപ്പാക്കുന്ന രാജ്യങ്ങളാണ്. അവിടെ തന്നെ ഇപ്പോൾ സ്വാഭാവികമായിട്ടും ഈ ലേബർ ക്യാമ്പ് നടത്തുന്നവരും ഈ കമ്പനിയുടെ ഉടമസ്ഥരോടും രാജ്യം വിട്ടു പോകരുത് എന്ന് അവിടുത്തെ ഭരണാധികാരികൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് പ്രഥമ ദൃഷ്ട്യാ സംശയിക്കപ്പെടുന്ന എന്തൊക്കെയോ ഉണ്ട് എന്നുള്ളതാണ്. ലേബർ ക്യാമ്പുകൾ ഇപ്പോഴും പഴയ നിലയിലാണോ ഷോവി മുസ്തഫ? നമ്മൾ കാണേണ്ട ഈ ലേബർ ക്യാമ്പ് എന്ന് പറയുന്നത് എനിക്ക് തോന്നിയാൽ അത് ഈ ഒരു പർട്ടിക്കുലർ ഇൻസിഡന്റ് ഉണ്ടായ സ്ഥലം അതൊരു അപ്പാർട്ട്മെന്റ് ബിൽഡിംഗ് ആയിരുന്നു. ഒരു ലേബർ ക്യാമ്പ് നമ്മൾ പൊതുവെ കാണുമ്പം പറയുക കാരവൻസോ അല്ലെങ്കിൽ ക്യാമ്പ്സോ ഡോർമെറ്ററിയോ പോലുള്ള സംഭവങ്ങൾ. ഇത് അതല്ല. എന്ന് മാത്രമല്ല, ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം ഒരു സർവീസസ് സെക്ടറിലുള്ള സാധാരണ അൺസ്കിൽഡ് വർക്കേഴ്സിൽ നിന്ന് വ്യത്യസ്തമായിട്ട് സർവീസസ് സെക്ടറിലുള്ള ആളുകളാണ് ഈ കമ്പനിയിൽ വർക്ക്. അവർക്കൊക്കെ തന്നെ മോശമല്ലാത്ത ബാച്ചലർ അക്കോമഡേഷനോ കാര്യം ഉണ്ടാവും. ഇതൊരു ദൗർഭാഗ്യകരവും അപ്രതീക്ഷിതമായ ഒരു സംഭവമാണ്. പൂർണ്ണമായിട്ടുള്ള വിവരങ്ങൾ കിട്ടിയിട്ടില്ല. കേട്ടെടുത്തോളം ഇത് വ്യക്തികളുടെ പല ഇത്തരം ട്രാജഡികളിലും ഹ്യൂമൻ എററാണ് ഇതിന്റെ പ്രധാന. അല്ലാതെ ആ ബിൽഡിങ്ങിന്റെ കണ്ടീഷൻ കൊണ്ടൊന്നുമല്ല, ചില ഹ്യൂമൻ എറർ കൊണ്ടുണ്ടാകുന്ന പ്രശ്നമാണ്. അതാണ് ഇവിടെ ഉണ്ടായിരുന്നതാണ്. എന്ന് വെച്ചിട്ട് എല്ലാ ലേബർ ക്യാമ്പുകളും എന്നൊന്നുമല്ല ഞാൻ പറയുന്നത്. പക്ഷെ ധാരാളം മെച്ചപ്പെട്ടിട്ടുണ്ട്. ഇത്തരം ഈ തൊഴിലാളികളെ താമസിപ്പിക്കുന്ന സ്ഥലങ്ങളിലൊക്കെ ഇന്ന് അവിടെയുള്ള ഭരണകൂടങ്ങൾ പുതിയ ധാരാളം കാര്യങ്ങൾ കൊണ്ടുവരികയും തീർച്ചയായും ദയവായി തുടരുക ഷോവി മുസ്തഫ. മുന്നു സിയാദ് കൂടി ചേരുന്നു നമ്മോടൊപ്പം, സന്നദ്ധ പ്രവർത്തകൻ. മുന്നു സിയാദ്, ഇപ്പോൾ ഷോവി മുസ്തഫ ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ മെച്ചപ്പെട്ട താമസ സൗകര്യങ്ങൾ ഇപ്പോൾ ലേബർ ക്യാമ്പുകളിൽ ലഭ്യമാണ്. എന്നാൽ എല്ലാ ലേബർ ക്യാമ്പുകളും ആ നിലയിൽ എല്ലാം തികഞ്ഞതാണ് എന്ന അവകാശവാദവും പ്രത്യേകിച്ച് നോർക്കയ്ക്കില്ല എന്നാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്. ഏതായാലും കമ്പനിയുടെയും താമസ സ്ഥലത്തിൻ്റെയും ചുമതലയുള്ളവരെ അറസ്റ്റ് ചെയ്യുന്നതിലേക്കുള്ള നടപടിക്രമങ്ങളുമായിട്ടാണ് ആ രാജ്യം മുന്നോട്ട് പോകുന്നത് എന്നുള്ളതാണ്. അപ്പോൾ സ്വാഭാവികമായും ചട്ടലംഘനങ്ങൾ ഉണ്ടാകാനുള്ള, അല്ലെങ്കിൽ ചട്ടലംഘനങ്ങൾ പ്രഥമ ദൃഷ്ട്യാ സംശയിക്കുന്നു എന്നല്ലേ അതിൽ നിന്ന് കാണേണ്ടത് ഷിമുന്നു സിയാദ്? ശ്രീ എം പി നികാഷ് കുമാർ, നമ്മൾ നേരത്തെ സംസാരിച്ചതുപോലെ തന്നെ കുവൈറ്റിനെ സംബന്ധിച്ചിടത്തോളം ഇത്രയും വലിയൊരു ദുരന്തം ആദ്യമായിട്ടാണ് ഇത്രയും വലിയൊരു ദുരന്തം ഉണ്ടാകുന്നത്. ഇവിടെ നമ്മൾ സൂചിപ്പിച്ച സമയത്ത് ലേബർ ക്യാമ്പുകളിൽ നിന്നും വളരെ വ്യത്യസ്തമായിട്ട് തൊഴിലാളികൾക്ക് ഏറ്റവും മികച്ച സൗകര്യത്തിലുള്ള ഒരു അക്കോമഡേഷൻ ആണ് NBTC എന്ന് പറഞ്ഞ കമ്പനി അവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. നിർഭാഗ്യവശാലാണ് ഇങ്ങനത്തെ ഒരു സംഭവം ഇവിടെ ഉണ്ടായിട്ടുള്ളതും ചില ഉദ്യോഗസ്ഥന്മാരുടെ അവരുടെ ചെക്കിംഗ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളുടെ അശ്രദ്ധ മൂലമാണ് ഇങ്ങനെ ഒരു സംഭവം നടന്നതെന്ന് പ്രഥമ ദൃഷ്ട്യാ നോക്കിയിട്ട് കാണുന്നുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ കൃത്യമായിട്ടുള്ള അന്വേഷണം നടത്താൻ വേണ്ടി ആഭ്യന്തര മന്ത്രാലയം ഉത്തരവിട്ടിരിക്കുകയാണ്. സ്ഥലം നേരിട്ട് സന്ദർശിച്ചിട്ടാണ് ആഭ്യന്തരമന്ത്രി ഇത്തരത്തിലുള്ള ഒരു ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ നമ്മളൊക്കെ താമസിക്കുന്ന സ്ഥലങ്ങൾ ഉൾപ്പെടെ കുവൈത്തിലെ നിരവധിയായിട്ടുള്ള ഏരിയകളിൽ മുഴുവനായിട്ടും മുനിസിപ്പാലിറ്റി അധികൃതർ നിരന്തരമായിട്ട് ഇപ്പോൾ ചെക്കിംഗ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഏതെങ്കിലും തരത്തിൽ നിയമലംഘനങ്ങൾ നടത്തുന്നത് കണ്ടാൽ അത് സ്പോട്ടിൽ തന്നെ അതിനുവേണ്ട പിഴ ചുമത്താനും അവിടെ അതിൽ നിന്നും തൊഴിലാളികളെ മറ്റുള്ള സ്ഥലങ്ങളിലേക്ക് നീക്കാനും ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നിർദ്ദേശം കൊടുത്തു കഴിഞ്ഞിരിക്കുകയാണ്.
ദേവത്തോട് കെ വി അബ്ദുൽ ഖാദർ നോക്കൂ, ഇവിടെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇനിയിപ്പോൾ കൂടുതൽ ഇപ്പോൾ ഇവിടെ സൂചിപ്പിച്ചതുപോലെ തന്നെ സമീപകാലത്ത് കുവൈറ്റ് കണ്ടിട്ടുള്ള ഏറ്റവും വലിയ ദുരന്തങ്ങളിലൊന്ന് എന്നുള്ളതാണ്. നമ്മളെ ഇന്ത്യൻ കരയുമായി കണക്ട് ചെയ്യുന്ന രണ്ട് സംഭവങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ കുവൈറ്റ് യുദ്ധത്തിന് ശേഷമുള്ള നമ്മുടെ ഇവാക്വേഷൻ ഉണ്ടല്ലോ, സമാനമായ വിധത്തിൽ തന്നെ നമുക്ക് ഇത്രയധികം പേര് നഷ്ടപ്പെട്ടിരിക്കുന്നു അവിടെ വെച്ച് തന്നെ എന്നുള്ള വിഷയമാണ്. അപ്പോൾ അതിനുശേഷം നമ്മൾ കാണുന്ന കുവൈറ്റിലെ ഏറ്റവും വലിയ ദുരന്തമായിട്ടാണ് നമ്മൾ ഇതിനെ കാണേണ്ടത് എന്നുള്ളതാണ്. അപ്പോൾ ഇനിയിപ്പോൾ സ്വാഭാവികമായിട്ടും അരിച്ചു പെറുക്കും. ചട്ടലംഘനമുള്ള 21 കേന്ദ്രങ്ങൾ ഇതിനകം തന്നെ സീൽ ചെയ്തിരിക്കുന്നു. തൊഴിലാളികളെ കുത്തി നിറയ്ക്കരുത് എന്നുള്ളതാണ്. അത് നമ്മുടെ ഒരു പ്രവാസം എന്ന് പറയുന്ന, അല്ലെങ്കിൽ നമുക്ക് എന്തുകൊണ്ടാണ് പ്രവാസം വേണ്ടി വരുന്നത്, നമുക്ക് ഈ രാജ്യത്ത് വേണ്ടത്ര വിഭവങ്ങളില്ല. നമുക്ക് അന്യ രാജ്യത്ത് പോയി കഷ്ടപ്പെട്ട് ജോലി ചെയ്തിട്ടാണെങ്കിൽ പോലും അരിയുടെ കാശ് പിടിക്കാനുള്ള ശ്രമമാണല്ലോ നടത്തുന്നത്. അത് ഏതെങ്കിലും തരത്തിൽ പ്രവാസത്തെ, പ്രത്യേകിച്ച് മലയാളികളുടെ പ്രവാസത്തെ ബാധിക്കാനിടയുണ്ടോ കെ വി അബ്ദുൽ ഖാദർ? അല്ല, അതായത് ഇപ്പോൾ ദുരന്ത കാരണം കൃത്യമായിട്ട് നമ്മുടെ കയ്യിലില്ല. അവിടെ ഒരുപാട് ആളുകൾ ഒന്നിച്ച് താമസിച്ചിരുന്നൊരിടമാണ്. പെട്ടെന്ന് തീപിടുത്തമുണ്ടായി, ആളുകൾക്ക് രക്ഷപ്പെടാൻ കഴിഞ്ഞില്ല. എന്തുകൊണ്ട് അത് സംഭവിച്ചു? തീർച്ചയായിട്ടും അത് ഒരു അന്വേഷണത്തിലൂടെ ആ ഗവൺമെൻറ് അല്ലെങ്കിൽ ആ അന്വേഷണ ഏജൻസി കണ്ടെത്തേണ്ട ഒരു കാര്യമാണ്. നമ്മൾ ഇത്രയും അകലെ ഇരുന്നൊരു നിലപാടെടുക്കുന്നതിൽ കാര്യമില്ല. പക്ഷേ ഒരു കാര്യമുള്ളത്, ഇത്രയധികം ആളുകളെ പാർപ്പിക്കുമ്പോൾ തീർച്ചയായിട്ടും അതിനുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ ഉണ്ടായിരിക്കണം. ഇപ്പോൾ ഗൾഫ് രാജ്യങ്ങളിൽ നമ്മളെല്ലാം പല രാജ്യങ്ങളിൽ സന്ദർശിച്ചിട്ടുണ്ട്. എല്ലായിടത്തും വളരെ മോശപ്പെട്ട അവസ്ഥയാണ് എന്നൊന്നും പറയാൻ പറ്റില്ല. ഇപ്പോൾ സൗദി അറേബ്യയിലെ ലേബർ ക്യാമ്പുകളിൽ ഞാൻ പലയിടത്തും പോയിട്ടുണ്ട്. അവിടെയൊക്കെ ആയിരക്കണക്കിന് തൊഴിലാളികൾ പണിയെടുക്കുന്ന ക്യാമ്പുകളുണ്ട്. പക്ഷേ എല്ലാവരെയും ഒരേ സ്ഥലത്ത് കുത്തി നിറക്കുക എന്നുള്ളതല്ല. പല പല വില്ലകളിലോ അല്ലെങ്കിൽ അതുപോലെയുള്ള താമസ സംവിധാനങ്ങളിലോ ഒക്കെയാണ് താമസിപ്പിക്കുന്നത്. ഇപ്പോൾ കുവൈറ്റിൽ തീർച്ചയായിട്ടും പരിശോധന നടക്കുമ്പോൾ തൽക്കാലത്തേക്ക് ചെറിയൊരു ബുദ്ധിമുട്ട് വന്നേക്കാം. പക്ഷേ എങ്കിൽ പോലും അതിനെ മറികടക്കുന്ന വിധത്തിൽ നമ്മുടെ പ്രവാസികൾക്ക് താമസ സൗകര്യങ്ങൾ ലഭ്യമാകുമെന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. അപകടങ്ങൾ ഉണ്ടാകാതിരിക്കട്ടെ, പ്രശ്നങ്ങൾ ഉണ്ടാവാതിരിക്കട്ടെ. ഗവൺമെൻറ് നടപടിയെടുക്കുമ്പോൾ തുടക്കത്തിൽ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. എങ്കിൽ പോലും സുരക്ഷ ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. ഇത്തരമൊരു ദുരന്തം ഇനി ഒരിക്കലും ഉണ്ടാവാൻ പാടില്ല. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും മലയാളികൾ ഉൾപ്പെടെയുള്ളവർ ഇങ്ങനെയുള്ള അന്വേഷണ ഏജൻസികളുടെ ഇടപെടലിൽ വല്ലാതെ അവർക്ക് ബുദ്ധിമുട്ടുണ്ടാകുമെന്നൊന്നും ഞാൻ കരുതുന്നില്ല. ഷറഫ് കണ്ണേത്ത്, മുൻ പ്രസിഡന്റ്, കുവൈറ്റ് KMCC. ആദ്യം എനിക്ക് ചോദിക്കാനുള്ളത് ശ്രീ ഷറഫ് കണ്ണേത്ത്, എത്ര കണ്ട് നിയന്ത്രണ വിധേയമായിട്ടുണ്ട് സ്ഥിതി എന്നാണ്? ഇപ്പോഴത്തെ സിറ്റുവേഷൻ നിയന്ത്രണ വിധേയമാണ്. ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നും, അതുപോലെ പോലീസ് അതോറിറ്റി, ഫയർ ഡിപ്പാർട്ട്മെന്റ്, അതുപോലെ ആംബുലൻസ്, ഹോസ്പിറ്റൽ അതോറിറ്റീസ്, ഇവരെല്ലാവരും ഒരുപോലെ നമ്മളോട് സഹകരിക്കുന്നുണ്ട്. എനിക്ക് മറ്റൊരു അനുഭവം കൂടിയുണ്ട്. കാരണം ഇവിടെ ഇതിന്റെ ഇടക്ക് കൊടിക്കുന്നതിൽ വിളിക്കുന്നുണ്ട്, ഓരോ ആളുകൾ വിളിച്ചുകൊണ്ടിരിക്കുക ഈ ഫോണിൽ തന്നെ ആയതുകൊണ്ട് സോറി. പിന്നെ ഓക്കെ, ഇവിടെ ഇന്നലെ ഇതുമായി ഇൻവെസ്റ്റിഗേഷന്റെ പാർട്ട് എന്ന നിലക്ക് അറബിയിൽ കൂടി എനിക്ക് ട്രാൻസ്ലേഷൻ അറിയുന്നത് കൊണ്ട് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസറുടെ കൂടെ ഉണ്ടായിരുന്നു. കാരണം അവരുടെ മറ്റ് ക്യാമ്പുകൾ കൂടി പരിശോധിക്കുകയായിരുന്നു. അപ്പൊ അദ്ദേഹം പറഞ്ഞു മറ്റ് ക്യാമ്പുകളുടെ മുഴുവൻ ഗ്രൗണ്ട് ഫ്ലോർ കംപ്ലീറ്റ് ഓപ്പൺ ആക്കാനുള്ള ഓർഡർ മിനിസ്റ്റർ ഇട്ടിട്ടുണ്ട്. ഇനി അവരുടേത് മാത്രമല്ല, നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇന്നും ഇന്നലെയുമായി കുവൈത്തിലെ ഒട്ടുമിക്ക ബേസ്മെന്റുകളും അടഞ്ഞു കിടക്കുകയാണ് ആളുകളൊക്കെ. കാരണം അനധികൃതമായിട്ടും അധികൃതമായിട്ടും ഉപയോഗിക്കുന്നതുണ്ട്. പക്ഷെ അതുപോലും അടഞ്ഞു കിടക്കുന്നുണ്ട്. കാരണം ഗവൺമെന്റ് ഓർഡർ ഇട്ടിരിക്കുകയാണ് അങ്ങനെയുള്ള ഗ്രൗണ്ടുകൾ എപ്പോഴും ആ പില്ലേഴ്സ് മാത്രമായി ഓപ്പണായി കിടന്നാൽ ഒരു പരിധി വരെ ഇത്തരം ആക്സിഡന്റുകൾ ഒഴിവാക്കാൻ സാധിക്കും എന്നുള്ളത്. മറ്റൊന്ന് സൂചിപ്പിക്കാനുള്ളത്, നേരത്തെ ഇവിടെ പറഞ്ഞു, കമ്പനി പ്രഖ്യാപിച്ചു. കാരണം ഒരു 8 lakhs അങ്ങനെയല്ല, ഇങ്ങനെ ഒരു കലാമിറ്റി ഉണ്ടാകുമ്പോൾ ഇവിടെ ഒരു നിയമമുണ്ട്. ഒരു ചുരുങ്ങിയത് 10,000 KD, 1 KD is equal to 270 rupees ആണ്. 71, 72 വരും. അതായത് ഏകദേശം 30 ലക്ഷം രൂപയോളം ബ്ലഡ് മണി ആയിട്ട് തന്നെ കൊടുക്കേണ്ടതുണ്ട് ഇത്തരം കലാമിറ്റി സംഭവിച്ച ഒരു കുടുംബങ്ങൾക്ക്. പിന്നെ കേന്ദ്ര ഗവൺമെന്റിന്റെ സഹായം വളരെ തുച്ഛമാണ്. അതും ഇന്ത്യയെ പോലുള്ള ഒരു വലിയ രാജ്യം ഇത്രയും ചെറിയൊരു, കാരണം ഇവിടുത്തെ ഇതിൽ നമുക്ക് അറബികൾ എടുത്ത് നമുക്ക് പറയുമ്പോൾ അതൊരു 700 ചില്ലാനും ദിനാറാണ്.
അത്ര പോരാ. കാരണം ഗവൺമെന്റ് ഒരു വലിയ ചുരുങ്ങിയതൊരു 10-20 ലക്ഷം രൂപ സെൻട്രൽ ഗവൺമെന്റ് ഒക്കെ പ്രഖ്യാപിക്കേണ്ടത് ഇങ്ങനെ ഒരു കലാമിറ്റി നടന്നത്. കാരണം ആ കുടുംബത്തിന്റെ ഏക അത്താണിയാണ് നഷ്ടപ്പെട്ടിട്ടുള്ളത്. അവർക്ക് വേറെ ആരുമില്ല. അത്രയും പാവങ്ങളായിട്ടുള്ള കുടുംബങ്ങളാണ്. ഞാൻ ഇന്നിപ്പം ആ മരണപ്പെട്ടവരുടെ സിസ്റ്റർ, അവരുടെ ബ്രദേഴ്സ്, ഇവരൊക്കെ ഇന്ന് മോർച്ചറിയിൽ എന്റെ കൂടെ ഉണ്ടായിരുന്നു കുറച്ച് നേരത്തെ. ഇപ്പൊ അവിടെ വെച്ച് തന്നെ കുവൈത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് എംബാമിങ് ആ മോർച്ചറിയിൽ വെച്ച് നടക്കുന്നത്. അല്ലെങ്കിൽ മറ്റു ഹോസ്പിറ്റലിലേക്ക് ഷിഫ്റ്റ് ചെയ്യുക. ഇപ്പോൾ ഇന്ന് ബോക്സുകളൊക്കെ ഇങ്ങോട്ട് കൊണ്ടുവന്ന് ഇവിടെ തന്നെ വെച്ചിട്ടാണ് എംബാമിങ് നടക്കുന്നത്. ഞാനിപ്പോ അങ്ങോട്ട് മൂവ് ചെയ്യാണ്. അപ്പൊ അതിന് മുന്നായിട്ട് സൂചിപ്പിക്കാനുള്ളത്, ഇവിടുത്തെ ഇത്രയും വലിയൊരു കമ്പനി, ഇത്രയും വരുമാനമുള്ള ഒരു കമ്പനി, അത്യാവശ്യം നല്ല നിരക്ക് പോകുന്ന, സാമ്പത്തികമായിട്ട് നല്ല കപ്പാസിറ്റി ഉള്ള ഒരു കമ്പനി കൂടിയാണ്. അപ്പൊ അവരെ സംബന്ധിച്ചിടത്തോളം ഈ ബ്ലഡ് മണി എങ്കിലും മിനിമം അവർ കൊടുക്കേണ്ടതുണ്ട്. അത് അവരുടെ അവകാശമാണെന്ന് സന്ദർഭോചിതമായി സൂചിപ്പിക്കുകയാണ്. അതുപോലെ തന്നെ പിന്നെ നിങ്ങളൊക്കെ ഓരോ സമയത്തും ഇടപെട്ട് ആളുകൾക്ക് അറിയിക്കാൻ ഈ എടുക്കുന്ന ഈ താല്പര്യത്തെ പ്രത്യേകം അഭിനന്ദിക്കുകയാണ്. കാരണം ഒരുപാട് ആളുകൾ ഇവിടെ രണ്ട് കാര്യങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ് ശ്രീ ഷറഫ് കണ്ണത്ത്. ഇപ്പോൾ താങ്കൾ ആ മേഖലയിൽ ഉള്ളതുകൊണ്ടും ഈ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്ന ആളായതുകൊണ്ടും കൂടി ചോദിക്കുകയാണ്. ഒന്ന്, അവിടുത്തെ സ്ഥിതി നിയന്ത്രണ വിധേയമായി, അതായത് ആ പറയുന്ന NBTC എന്ന കമ്പനിയുടെ കെട്ടിടത്തിലുണ്ടായ തീപിടുത്തവുമായി ബന്ധപ്പെട്ട് ഒരു ക്ലാരിറ്റി ആയിക്കഴിഞ്ഞിരിക്കുന്നു. എന്തുകൊണ്ടാണ് തീപിടുത്തം സംഭവിച്ചത്, അക്കാര്യത്തിൽ ഇനിയും അത് വിശദമായ ഒരു അന്വേഷണം വേണമോ എന്നുള്ളത് ഒന്ന്. രണ്ടാമത്തേത്, ഈ ചികിത്സിക്കുന്നവരുടെ ചികിത്സിക്കേണ്ടവർക്ക് മെച്ചപ്പെട്ട ചികിത്സ കിട്ടുക, ബോഡി ഇങ്ങോട്ടേക്ക് കൊണ്ടുവരേണ്ടവരെ കൊണ്ടുവരിക. അത് നേരത്തെ KV അബ്ദുൽ ഖാദർ വ്യക്തമാക്കി. 8:30 മണിക്ക് നാളെ കൊച്ചിയിൽ എത്തും 23 പേരുടെ മൃതദേഹം എന്നുള്ളതാണ്. ബാക്കി കാര്യങ്ങൾ അതെ, ഓക്കെ. ബാക്കി എന്ന് പറഞ്ഞാൽ ഇവിടെ ചികിത്സയിലുള്ള ICUയിലുള്ള ആളുകളുടെ ഒക്കെ നില വളരെ ഭദ്രമാണ്. കാരണം ഹോസ്പിറ്റലിലെ ഡോക്ടേഴ്സുമായും സംസാരിച്ചു. അവരെയൊക്കെ നേരിട്ട് കാണാൻ സാധിച്ചിട്ടുണ്ട്. ഹോസ്പിറ്റലിലെ മുഴുവൻ ആളുകളെയും ഡീറ്റെയിൽസ് എൻ്റെ അടുത്തുണ്ട്. കാരണം എല്ലാ ഹോസ്പിറ്റലിലും നേരിട്ട് എല്ലാ പേഷ്യൻസിനെയും സന്ദർശിക്കാൻ ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്. പിന്നെ ഒരാൾക്ക് തോമസ് ജോസഫ് ബോത്ത് ഹാൻഡ് ഫ്രാക്ചർ ആണ്, 2 കൈ കുത്തിപ്പോയി വീണപ്പോൾ. അങ്ങനെ അവർക്ക് കയ്യിൽ ഫ്രാക്ചർ ഉണ്ട്. അതുപോലെ അത് ICU കേസാണ് ഞാൻ പറയുന്നത് പ്രത്യേകമായിട്ട്. അതേപോലെ പ്രൈസൺ പീറ്റർ റോബി എന്ന് പറയുന്ന ആൾക്ക് ചെറിയ പിന്നെ ഫ്രാക്ചർ ഉണ്ട്. അതുപോലെ തന്നെ മറ്റൊന്ന് ഉണ്ടായിരുന്നത് വെന്റിലേറ്ററിൽ 2 ഫിലിപ്പിനോസ് ആയിരുന്നു ICUയിൽ ഉണ്ടായിരുന്നത്. അവര് അവസാനം മോർച്ചറിയിലേക്ക് മാറ്റേണ്ട ഒരു അവസ്ഥയിലാണ് ഉണ്ടായത്. അതുപോലെ പ്രവീൺ ഇൽഹെ മഹാരാഷ്ട്ര ഒന്ന് ഉള്ളത്, അതും ഇതുപോലെ ലെഗ് ഫ്രാക്ചർ ആണ്. അതും 2nd ഫ്ലോറിൽ നിന്ന് ചാടിയത് മൂലം സംഭവിച്ചിട്ടുള്ളതാണ്. അതുപോലെ തന്നെ ശിവശങ്കർ നേപ്പാൾ, അതും ലെഗ് ഫ്രാക്ചർ ആണ്. അദ്ദേഹത്തിന് റിബ്സിനും ഒരു ഡാമേജ് പറ്റിയിട്ടുണ്ട്. ഇപ്പൊ ഇങ്ങനെയാണ് ICUയിലുള്ള കേസ്. മറ്റതൊക്കെ ഓരോ കൈയും ഓരോ കാലിലും ചെറിയ ഫ്രാക്ചറുകൾ, ചെറിയ ഹെഡ് ഇഞ്ചുറി, അത് മാരകമായിട്ടുള്ള അസുഖങ്ങൾ അല്ലെങ്കിൽ വലിയ ഡേഞ്ചർ ആയിട്ടുള്ള ഇഞ്ചുറികൾ ഇപ്പോൾ നിലവിലുള്ള ഹോസ്പിറ്റലിലില്ല. എല്ലാവരും റിക്കവർ ചെയ്യുന്ന ഒരു സ്റ്റേജിലാണ് എന്ന് പറയാൻ സാധിക്കും. ശ്രീ KV അബ്ദുൽ ഖാദർ, ഇപ്പോൾ ഇവിടെ പറഞ്ഞല്ലോ കുവൈറ്റ് എന്താണ് ചെയ്യാൻ പോകുന്നത് എന്ന് നമുക്കറിയില്ല. അക്കാര്യത്തിൽ നഷ്ടപരിഹാരം നൽകണമെന്ന് അമീർ പറഞ്ഞതായി അവിടുത്തെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നമ്മുടെ സംസ്ഥാന സർക്കാർ ഇതിനകം തന്നെ നഷ്ടപരിഹാരം പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ചില വ്യവസായികളും നഷ്ടപരിഹാരം പ്രഖ്യാപിച്ചിട്ടുണ്ട്. നോക്കൂ, കുടുംബത്തെ കരകയറ്റുന്നതിന് വേണ്ടി പ്രവാസ ലോകം, താങ്കളും ഒരു പ്രവാസിയായിരുന്നല്ലോ KV അബ്ദുൽ ഖാദർ. ഇപ്പോൾ ഇവിടെ ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ ഒരു തുകയും ഇതിനൊന്നുമുള്ള പരിഹാരമല്ല. എങ്കിൽ പോലും എന്താണ് ചെയ്യാൻ കഴിയുക? സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഏകോപനം അക്കാര്യത്തിൽ നടത്താനാകുമോ? സംസ്ഥാന ഗവൺമെൻറ് ഈ ദുരന്തം അറിഞ്ഞ ഉടനെ തന്നെ ഒട്ടും വൈകാതെ 5 ലക്ഷം രൂപ മരണപ്പെട്ട ഓരോ വ്യക്തിയുടെയും കുടുംബത്തിന് പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ലോക കേരള സഭ നടക്കുന്ന ഈ ഘട്ടത്തിൽ സഭയുടെ പ്രധാനപ്പെട്ട ചുമതലക്കാരൻ എന്നുള്ള നിലയിൽ ശ്രീ MA യൂസഫ് അലി അദ്ദേഹത്തിൻ്റേതായിട്ടുള്ള ഒരു സഹായം പ്രഖ്യാപിച്ചു. ശ്രീ രവി പിള്ള ആ നിലയിൽ പ്രഖ്യാപിച്ചു. ഇതൊക്കെ മാതൃകാപരമായിട്ടുള്ള കാര്യമാണ്. അതോടൊപ്പം ഈ നേരത്തെ ചൂണ്ടിക്കാണിച്ചതുപോലെ കമ്പനിയുടെ സഹായധനം കുറച്ചുകൂടി വർദ്ധിപ്പിക്കണം എന്നുള്ള നിലപാടിനോട് ഞാനും യോജിക്കുകയാണ്. കാരണം ഇത്ര വലിയ ഒരു ദുരന്തം ഉണ്ടായ സാഹചര്യത്തിൽ ഒരു വലിയ കമ്പനിയാണ്, വലിയ സാധ്യതയുള്ള ഒരു കമ്പനിയാണ്. ഇൻഷുറൻസ് തുക ഉൾപ്പെടെ കുറച്ചുകൂടി ഭേദപ്പെട്ട ഒരു തുക ആ കുടുംബങ്ങൾക്ക് ലഭിക്കേണ്ടതാണ്. കാരണം ഓരോ കുടുംബങ്ങളും, നമ്മളിപ്പോൾ പൊതുവിൽ പ്രവാസികളൊക്കെ നമ്മൾ കാണുന്നത് അവർ ഗൾഫിൽ നിന്ന് അല്ലെങ്കിൽ വിദേശത്ത് നിന്ന് നാട്ടിൽ വരുമ്പോൾ അവരുടെ ഒരു പളപള വസ്ത്രങ്ങളും
ഒക്കെയാണ് പലപ്പോഴും നമ്മുടെ ദൃഷ്ടിപഥത്തിൽ പെടുന്നത്. പക്ഷെ പലരുടെയും ജീവിതാവസ്ഥ വളരെ പരിതാപകരമാണ്. ഞാനിപ്പോൾ ഈ കുവൈറ്റ് ദുരന്തത്തിൽ മരണമടഞ്ഞ ശ്രീ ബിനോയ് തോമസ് എന്ന് പറയുന്ന എൻ്റെ നാട്ടുകാരനായിട്ടുള്ള ഒരാളുടെ കഥ ഞാൻ പറയാം. വളരെ പ്രതിസന്ധിയിലായ ഒരു മനുഷ്യനാണ് അദ്ദേഹം. തെക്കൻ പാലയൂർ എന്ന് പറയുന്നൊരു സ്ഥലത്ത് ഒരു കോളനിയിൽ ഒരു കുടിലാണ് താമസിക്കുന്നത്. അദ്ദേഹത്തിന് ഭാര്യയും മക്കളും ഉണ്ട്. 4 ദിവസമേ ആയിട്ടുള്ളൂ. അപ്പോൾ ആ മനുഷ്യൻ മരണപ്പെടുന്നതോടുകൂടി ആ കുടുംബം വല്ലാത്തൊരു ജീവിത പ്രതിസന്ധിയിലേക്ക് വലിച്ചെറിയപ്പെടുകയാണ്. ഇതുപോലെ തന്നെയാണ് പല ആളുകളും. അതുകൊണ്ട് ഒരാളുടെയും ജീവിതത്തിന് പകരമാവില്ല ഈ സഹായധനങ്ങളൊന്നും എന്ന് നമുക്കറിയാം. പക്ഷേ എത്ര കൂടുതൽ കിട്ടുന്നോ, എത്ര കിട്ടിയാലും അത് അധികമാവില്ലെന്നാണ് ഞാൻ കരുതുന്നത്. അതുകൊണ്ട് കുവൈറ്റിൽ നിന്ന് അവർക്ക് ലഭിക്കുന്ന ജീവധനം കുറച്ചുകൂടി വർദ്ധിപ്പിക്കുന്നത് നന്നായിരിക്കും എന്നുള്ള നേരത്തെ സംസാരിച്ച വ്യക്തിയുടെ അഭിപ്രായത്തോട് ഞാനും യോജിക്കുന്നു. അതാണ് ശരി. അതോടൊപ്പം കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ധനസഹായം 2 ലക്ഷം രൂപയാണ് പ്രഖ്യാപിച്ചതെന്ന് ഞാൻ അറിഞ്ഞു. അത് ഇവിടെ പറഞ്ഞ പോലെ വളരെ ചെറിയൊരു തുകയാണ്. തീർച്ചയായിട്ടും ഇന്ത്യ ഗവൺമെൻറ്റിന് കുറച്ചുകൂടി ഉയർന്ന സംഖ്യ നൽകാനായിട്ട് കഴിയും. ഇനി നമുക്ക് ഈ കുടുംബങ്ങളോട് ചെയ്യാൻ കഴിയുന്നൊരു കാര്യം, ഈ കുടുംബങ്ങളുടെ കണ്ണീരൊപ്പാൻ അവർക്ക് ആ കുടുംബങ്ങളുടെ ജീവിതം സുരക്ഷിതമാക്കാൻ കൂടുതൽ പണം, സഹായധനം നൽകുക എന്നുള്ളത് തന്നെയാണ്. ശ്രീ അഷ്റഫ് താമരശ്ശേരി, നോക്കൂ, ഇതിപ്പോൾ ഒന്നിച്ച് കുറേ മരണമുണ്ടായി എന്നുള്ളത് കൊണ്ട് വലിയ രീതിയിൽ മാധ്യമ ശ്രദ്ധയുണ്ടായിരിക്കുന്നു, സർക്കാർ ഇടപെടുന്നു, ഒക്കെ സംഭവിക്കുന്നു. സാധാരണഗതിയിൽ ഇപ്പോൾ അവിടെയുള്ള പരിമിതമായ ഒരു ജീവിത സൗകര്യങ്ങളിൽ നിരവധി പേർക്ക് ഒറ്റപ്പെട്ട മരണം സംഭവിക്കുന്നില്ലേ? ഇപ്പോൾ താങ്കൾ തന്നെ മൃതദേഹം കടത്തി രാജ്യത്തേക്ക് അയക്കുന്നതിലൊക്കെ തന്നെയും സ്തുത്യർഹമായ സേവനം, ഞാനത് ആവർത്തിച്ച് പറയേണ്ടതില്ലല്ലോ. ഇതൊരു വലിയ വിഷയമാണ് പ്രവാസ ലോകത്തിൻ്റെ. അഷ്റഫ് താമരശ്ശേരി, കേൾക്കാമോ? കേൾക്കാം, പറഞ്ഞു. എൻ്റെ ചോദ്യം കേട്ടോ. എൻ്റെ ചോദ്യം എന്ന് പറഞ്ഞാൽ, പരിമിതമായ ജീവിത സാഹചര്യം കൊണ്ട് പ്രവാസ ലോകത്ത് ഒട്ടേറെ പേർ ഒറ്റപ്പെട്ട്, അതായത് പല ഘട്ടങ്ങളിലും നമ്മൾ നിരന്തരമായ മരണം കേൾക്കുന്നുണ്ടല്ലോ. അപ്പോൾ ഇതൊരു വിഷയമാണ് പ്രവാസ ലോകത്തിൻ്റെ. ഇത് വിഷയം കാരണം വെച്ചാൽ ഇത് കൂടുതൽ മലയാളികളുണ്ട്. മലയാളികളെ കൊണ്ട്, ഈ നോർക്കയുള്ളവരെ കൊണ്ട്, ഈ മാധ്യമക്കാർ വന്നതിനെ കൊണ്ട് അറിഞ്ഞ് 15 ആളൊക്കെ ഒരുമിച്ച് മരിച്ചത് ഞാൻ തന്നെ കയറ്റി വിട്ടത് ഇന്ത്യക്കാരാണ്. അന്നൊന്നും ഒരാളെയും കണ്ടില്ല. പക്ഷേ മലയാളികളുടെ പ്രത്യേകത ഇതാണ്, മലയാളികൾക്ക് ഒരു ആപത്ത് പറ്റിയാൽ മലയാളികളെ സഹായിക്കാൻ വരും. പിന്നെ എനിക്ക് പറയാനുള്ളത്, ബഹുമാനപ്പെട്ട അബ്ദുൽ ഖാദർ ഖാൻ പറഞ്ഞോണോ, കേന്ദ്ര ഗവൺമെൻറ് 2 ലക്ഷം രൂപ കൊടുത്ത്, യൂസ് വലിക്ക കൊടുത്ത്, രവിപ്പികൾ കൊടുത്ത്, കേരള സർക്കാർ കൊടുത്ത്, അതൊക്കെ പൈസ കൊടുക്കട്ടെ. എന്നാലും ഇവർക്ക് മരണപ്പെട്ട ആളൊക്കെ ചെറുപ്പക്കാരാണ്. ഇവരെ ഭാര്യമാർക്ക് എന്തെങ്കിലും ഒരു ജോലി കേരള സർക്കാരോ കേന്ദ്ര ഗവൺമെൻറ്റോ കൊടുക്കണം. അതാണ് എനിക്ക് പറയാനുള്ളത്. ഈ പൈസ കിട്ടിയാൽ 1-2 വർഷം കൊണ്ട് ആ പൈസ തീരും. അതാണ്. എന്നാൽ ഇവർ മക്കളെ നോക്കാനുള്ളൊരു വയ്യയുണ്ട്. എന്തോ ഒരു തൂക്കുന്ന ജോലി കൊടുത്തിട്ടാൽ, എന്ത് ജോലി കൊടുത്താലും മതി അവർക്ക്. അതാണ് പ്രവാസികൾ ചെയ്യേണ്ടത്. ഇവർക്ക് ചെയ്ത് കൊടുക്കേണ്ടത് അതാണ് സർക്കാർ. സർക്കാർ വെറുതെ പണം കൊടുത്തുകൊണ്ട് കാര്യമില്ല, അവർക്ക് ഏതെങ്കിലും തരത്തിൽ ജോലി കൊടുക്കണം എന്നുള്ളതാണ് താങ്കളുടെ നിർദ്ദേശം. നല്ല നിർദ്ദേശമാണ്. കെ പി ഫാബിയൻ, നയതന്ത്ര വിദഗ്ധൻ, മുൻ അംബാസിഡർ, നമ്മോടൊപ്പം. കെ പി ഫാബിയൻ, നാളെ രാവിലെ 8:30 മണിക്ക് കൊച്ചിയിൽ 23 പേരുടെ മൃതദേഹവുമായി എത്തും. ആകെ 49 പേർ മരിച്ചതിൽ 45 പേർ ഇന്ത്യക്കാരാണ്. അതിൽ 24 പേരാണ് മലയാളികൾ. അവരുടെ മൃതദേഹവുമായിട്ടാണ്, അതിൽ 23 പേരുടെ മൃതദേഹവുമായിട്ടാണ് നാളെ രാവിലെ 8:30 മണിക്ക് നെടുമ്പാശ്ശേരി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ വിമാനം ഇറങ്ങുക എന്നുള്ളതാണ്. നമ്മൾ പ്രോട്ടോകോൾ അനുസരിച്ച് ചെയ്യാവുന്നതെല്ലാം നമ്മൾ ഈ വിഷയത്തിൽ ചെയ്തതായി തോന്നുന്നുണ്ടോ കെ പി ഫാബിയൻ സാധാരണഗതിയിൽ? ചോദ്യം, ഈ ആക്സിഡന്റ് ഉണ്ടായതിനു ശേഷം നമ്മൾ ചെയ്യാവുന്നതെല്ലാം ചെയ്തോ എന്നാണ് ചോദ്യം. അതെ, അതാണ് ചോദ്യം. എൻ്റെ ചോദ്യം അതാണ് സർ. കേൾക്കുന്നില്ല. കെ പി ഫാബിയൻ, ഞാൻ ചോദിച്ചത്, നമുക്ക് ചെയ്യാവുന്ന കാര്യങ്ങൾ, നമ്മുടെ രാജ്യത്തിലുള്ള തൊഴിലാളികൾ അവിടെ പോയി ജോലി ചെയ്യുന്നു, അവർക്ക് ഒരു അപകടം സംഭവിക്കുന്നു, നമുക്ക് ചെയ്യാൻ കഴിയുന്ന എല്ലാ കാര്യങ്ങളും ചെയ്തു കഴിഞ്ഞിട്ടുണ്ടോ എന്ന് പറയാൻ സാധിക്കില്ല. കാരണം നേരത്തെ സംസാരിച്ച അദ്ദേഹം പറഞ്ഞതുപോലെ ജോലി കൊടുക്കണം അവർക്ക്, അത് വേറെ കാര്യം, അത് നല്ല കാര്യമാണ്. പക്ഷെ ഞാൻ അതിനേക്കാളും ഉപരിയായിട്ട് വേറൊരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു. ഈ അപകടം ഉണ്ടായത് ഏതാണ്ട് 3 മണിക്ക്,
കാലത്ത് മോർണിംഗ് 3 മണിക്കാണ്. 4:30 മണിക്കാണ് ഫയർ എൻജിൻസ് അവിടെ എത്തുന്നത്. 6 മണിക്കാണ് കുവൈറ്റ് ഹോം മിനിസ്ട്രി ഇത് അറിയുന്നത്. നമ്മളുടെ മാധ്യമങ്ങൾ എത്ര മണിക്കാണ് അറിയുന്നത്? അറിയോ? എത്ര മണിക്കാ നിങ്ങൾ? രാവിലെയാണ്, രാവിലെ എന്ന് പറയാം. ഇല്ല, രാവിലെ കിട്ടിയിട്ടില്ല. കാരണം 12 മണിക്കാണ് മിനിസ്റ്റർ ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സിന് വിവരം കിട്ടിയത്. ഉച്ചക്കോ? അതെങ്ങനെയാ സംഭവിച്ചത്? എംബസി തുറക്കുന്നത് 9 മണിക്ക്. അപ്പോൾ 9 മണിക്ക് എംബസി തുറന്നാൽ നമുക്കിവിടെ 11:30 മണിയാണ്. അപ്പൊ എംബസി തുറന്നതിന് ശേഷമേ എംബസിക്ക് വിവരം കിട്ടിയുള്ളൂ. പക്ഷെ അവിടെ മലയാളി മാധ്യമ പ്രവർത്തകരുടെ പ്രസൻസ് ഉണ്ടായിരുന്നു കെ പി ഫാബിയൻ. എന്തോ? അല്ല, കുവൈറ്റിലായതുകൊണ്ട് തന്നെ കുവൈറ്റിൽ മലയാളി മാധ്യമ പ്രസൻസ് ഉണ്ട്. പ്രത്യേകിച്ച് ഇന്ത്യൻ മാധ്യമങ്ങളെന്ന് അവിടെ അറിയപ്പെടുന്നത് തന്നെ മലയാളി മാധ്യമങ്ങളാണ്. അല്ല, ഞാൻ പറഞ്ഞ അതല്ല. ഞാൻ പറഞ്ഞത് എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്ട്രിക്ക് ഈ വിവരം കിട്ടിയത് 12 മണിക്കാണ്. കാരണം എംബസി 9 മണിക്ക് കുവൈറ്റ് ടൈം, അപ്പൊ 11:30 മണിക്ക് ഇവിടെ. അപ്പോഴേ എംബസിക്ക് വിവരം കിട്ടിയുള്ളൂ. അതെ, മനസ്സിലായില്ലേ? അതിന്റെ അർത്ഥം ഒരു എംബസി 24/7 വർക്ക് ചെയ്യണം. അതെ. അവിടെ എത്രയാ? ഒരു 10 ലക്ഷം പേരില്ലേ? അപ്പോ ഞാൻ അവരുടെ ഇതിൽ വായിച്ചു. അപ്പൊ ലേബർ സെക്ഷൻ 8 മുതൽ 4 മണി വരെ ജോലി ചെയ്യും. പക്ഷേ വെള്ളിയാഴ്ചയും ശനിയാഴ്ചയും അത് ഒഴിവായിരിക്കും. അതിന്റെ അർത്ഥം ഈ 3 മണിക്ക് ഇതാണ് ഇതുണ്ടായത്. എന്നിട്ടും 4:30 മണി ആയിട്ട് ഫയർ എഞ്ചിൻസ് എത്തിയുള്ളൂ. മനസ്സിലായില്ലേ? അപ്പൊ ന്യൂസ് വേഗത്തിൽ കിട്ടിയിട്ടില്ല. അത് വളരെ പ്രധാനപ്പെട്ട, വളരെ സങ്കടകരമായ ഒരു കാര്യമാണ്. ഇത് നമ്മൾ മനസ്സിലാക്കണം. താങ്കൾ കുവൈറ്റിൽ പ്രവർത്തിച്ചിട്ടുണ്ടോ? എന്തോ കുവൈറ്റിൽ പ്രവർത്തിച്ചിട്ടുണ്ടോ താങ്കൾ? കേട്ടില്ല. അല്ല, കുവൈറ്റിൽ താങ്കൾ പ്രവർത്തിച്ചിട്ടുണ്ടോ? അവിടുത്തെ നമ്മുടെ എംബസിയിൽ, അവിടുത്തെ എംബസിയിൽ താങ്കൾ പ്രവർത്തിച്ചിട്ടുണ്ടോ? ഞാൻ ജോയിന്റ് സെക്രട്ടറി ഗൾഫായിരുന്നു. കുവൈറ്റിൽ നിന്നുള്ള എവാക്യുവേഷനിൽ കുറച്ച് പ്രവർത്തിച്ചിട്ടുണ്ടായിരുന്നു. കുവൈറ്റിൽ പല പ്രാവശ്യം പോയിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ ജോയിന്റ് സെക്രട്ടറി ഗൾഫ് എന്നുള്ള നിലയിലും ഇവാക്യുവേഷൻ്റെ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതും നോക്കൂ. ഇപ്പോൾ അമീർ സഹായധനത്തിന് ഉത്തരവിട്ടിട്ടുണ്ട് എന്നും ഒപ്പം തന്നെ ഈ കമ്പനിയുടെയും താമസ സ്ഥലത്തിൻ്റെയും ചുമതലയുള്ളവരെ രാജ്യം വിടാൻ അനുവദിക്കരുത് എന്ന് വ്യക്തമാക്കും. ഇപ്പോൾ 2 തരത്തിലുള്ള നടപടികൾ. ഒന്ന്, മരണമടഞ്ഞവരുടെ കുടുംബാംഗങ്ങൾക്ക് സഹായധനം, അവർക്ക് പരിക്കേറ്റവരുടെ ചികിത്സ. ഇത് രണ്ടും കുവൈറ്റ് വളരെ തുത്യർഹമായ വിധത്തിൽ ചെയ്യുമെന്ന കാര്യത്തിൽ നമുക്ക് മുൻ അനുഭവങ്ങളിലൂടെ വ്യക്തമാക്കാവുന്നതാണ്. പക്ഷേ ഈ ലേബർ ക്യാമ്പുകൾ എങ്ങനെ വേണമെന്നത് സംബന്ധിച്ച് കുവൈറ്റിനൊരു നയം ഉണ്ടാവുമല്ലോ. അവിടെ ഇപ്പോൾ വലിയ തോതിലുള്ള നിയന്ത്രണം വരാനാണോ സാധ്യത? ഇല്ല, അത് ആദ്യമായിട്ട് ഇതൊരു ലേബർ ക്യാമ്പ് എന്ന് പറയരുത്. കാരണം ഇതൊരു അപ്പാർട്ട്മെന്റ് ബ്ലോക്കാണ്. അതിൽ 196 അല്ലെങ്കിൽ ഉദ്ദേശം 200 പേര് താമസിച്ചിരുന്നു. ഒരു മുറിയിൽ 3-4 പേര് താമസിച്ചിട്ടുണ്ടാകും. പക്ഷേ കുവൈറ്റിലെ ഒരു മുറിയിൽ 2 പേരാണ്. അത് 4 പേരാണെങ്കിൽ നടപടി ഉണ്ടാകും സ്വാഭാവികമായിട്ടും. അതൊന്ന്. രണ്ടാമത്, ഇത് എങ്ങനെ ഈ അപകടം സംഭവിച്ചത്? ഈജിപ്ഷ്യൻകാരനായ ഒരു സെക്യൂരിറ്റി ഗാർഡിന്റെ കുക്കിംഗ് ഗ്യാസ് സിലിണ്ടർ അത് സ്ഫോടനം ഉണ്ടായി. തന്നെയുമല്ല, യാതൊരു തരത്തിലുള്ള ഫയർ അലാം ഉണ്ടായിരുന്നു തോന്നുന്നില്ല. ഫയർ അലാം ഉണ്ടായിരുന്നെങ്കിൽ ആളുകൾക്ക് മനസ്സിലായേനെ, അവര് വേഗം ഓടിപ്പോയേനെ. അപ്പോ ആ ബിൽഡിംഗ് നോംസ് വയലേറ്റ് ചെയ്തു. അപ്പൊ അതൊക്കെ കുവൈറ്റ് ഇപ്പോൾ പറയുന്നു എല്ലാം ശരിയായിട്ട് പരിശോധിച്ച് നടപടിയെടുക്കുന്നു. അത് നല്ല കാര്യമാണ്. അത് കുവൈറ്റിൽ മാത്രമല്ല, മറ്റ് രാജ്യങ്ങളിലും അതിൻ്റെ ആവശ്യമുണ്ട്. അത് നമ്മുടെ സർക്കാർ അവരോട് പറയണം. തന്നെയുമല്ല, ഈ മാൻ പവർ എക്സ്പോർട്ടിങ് കൺട്രീസ് ഉണ്ടല്ലോ, നമ്മൾ മാത്രമല്ലല്ലോ. ബംഗ്ലാദേശ് ഉണ്ട്, ശ്രീലങ്കയുണ്ട്, നേപ്പാളുണ്ട്. ഇവരെല്ലാവരും ഇതിൽ താല്പര്യം കാണിക്കണം. ഞാനത് ഗാങ് അപ്പ് ചെയ്യണമെന്നല്ല പറയുന്നത്. അതായത് കുവൈറ്റിനെതിരെ അങ്ങനെ അത് ശരിയാവില്ല. പക്ഷേ അതായത് ഇക്കാര്യത്തിൽ വേണ്ട നടപടി കുവൈറ്റിലുണ്ടാവണം, UAE-യിലുണ്ടാവണം, ഖത്തറിലുണ്ടാവണം. അപ്പം അതിന് ഡിപ്ലോമാറ്റിക്കായിട്ട് മാധ്യമങ്ങളിലോട്ട് പോകാണ്ട് ഡിപ്ലോമാറ്റായിട്ട് മൂവ് വേണം. അത് നമ്മൾ മാത്രമല്ല, ബംഗ്ലാദേശും വേണം, മറ്റെല്ലാവരും വേണം.
ഷിയോവി മുസ്തഫ, ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്നുള്ളതാണ്. വരാനിരിക്കുന്ന ആപത്തുകളെ നമുക്ക് ഇത്തരം ചില കാര്യങ്ങൾ കൊണ്ട് തടയാനാകുമോ എന്നുള്ളതാണ്. കുവൈറ്റ് അതിനുള്ള നടപടികൾ ആരംഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. നമുക്ക് നമ്മുടെ ഈ ലേബർ ക്യാമ്പുകൾ തന്നെ ഒരു ബിസിനസ്സാണല്ലോ, ഒന്ന്. രണ്ട്, ഈ ലേബർ ക്യാമ്പുകളിലൂടെ സ്വാഭാവികമായിട്ടും വ്യവസായം നടത്തുന്നവരുമുണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അവിടെ കൂടുതൽ തൊഴിലാളികളെ കുറഞ്ഞ നിരക്കിൽ കൊണ്ടുവന്ന് കമ്പനി ലാഭകരമായി പ്രവർത്തിക്കുക, അല്ലെങ്കിൽ നഷ്ടമില്ലാത്ത രീതിയിൽ പ്രവർത്തിക്കുക എന്നുള്ളത് ഇതൊരു വളരെ ബുദ്ധിമുട്ട് പേടി ഒരു വിദേശ രാജ്യത്ത് പോയി തൊഴിൽ സൃഷ്ടിക്കുന്ന തൊഴിൽ ദാതാവിനെ സംബന്ധിച്ചിടത്തോളം വളരെ സങ്കീർണമായ പ്രക്രിയയാണ്. അതെങ്ങനെയാണ് നമ്മൾ കറക്റ്റ് ചെയ്യാൻ പോകുന്നത് ഷിയോവി മുസ്തഫ? കേൾക്കുന്നില്ലേ സാർ? കേൾക്കാം സാർ, പറഞ്ഞോളൂ. നികേഷ് എന്നോടാണോ? അതെ, OV മുസ്തഫ. അല്ല, ഇതിൽ വ്യത്യസ്തമായ സാഹചര്യങ്ങളുണ്ട്. നമ്മളെല്ലാം തന്നെ ഒരു ബ്രഷ് കൊണ്ട് പെയിന്റ് ചെയ്യാതിരിക്കുക. കാരണം പല എംപ്ലോയേഴ്സും നല്ല നിലയിലുള്ള ക്യാമ്പുകൾ സംഘടിപ്പിക്കുന്നുണ്ട്. എന്ത് തന്നെയായാലും ഈ ക്യാമ്പുകളിലൊക്കെ തന്നെ ഹെൽത്ത് ആൻഡ് സേഫ്റ്റി ഈ എംപ്ലോയീസിന്റെ കാര്യത്തിൽ പലപ്പോഴും കോംപ്രമൈസ് ഉണ്ടാകുന്നുള്ളത് ഒരു അനിഷേധ്യമായ കാര്യമാണ്. അത് എല്ലാ സ്ഥലങ്ങളിലും ഉണ്ട്. പക്ഷേ ഇപ്പം UAE-യിലാണെങ്കിലും ഭരണകൂടങ്ങൾ വളരെ സ്ട്രിക്റ്റ് ആയിട്ട് ഈ ക്യാമ്പുകൾ സന്ദർശിക്കുകയും ഇൻസ്പെക്ട് ചെയ്യുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഇത് എല്ലാ ഗൾഫ് രാജ്യങ്ങളിലും നടക്കുന്നുണ്ടോ എന്ന് എനിക്ക് പറയാൻ കഴിയില്ല. നമ്മൾ കാണേണ്ടത് എന്താ വെച്ചാൽ ഇത് ദുരന്തമാണ്, ഒരു ഹ്യൂമൻ എററാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആ ഹ്യൂമൻ എററിൽ പറ്റുമ്പോഴും പലപ്പോഴും ദുരന്തങ്ങൾ നമുക്ക് കുറെയൊക്കെ പറയുന്ന എല്ലാ ദുരന്തങ്ങളും നമുക്ക് നിർത്തിവെക്കാൻ കഴിയില്ല. പിന്നെ വേറൊന്ന്, ഇപ്പൊ അവിടെ ഈജിപ്ഷ്യൻ ഒരു സെക്യൂരിറ്റി ഗാർഡാണ് കുക്ക് ചെയ്യുന്നത്. ഓരോ ആളുകൾക്കും വ്യത്യസ്തമായിട്ടുള്ള സേഫ്റ്റി അവയർനെസ് ആണുള്ളത്. ഇതൊക്കെ ഇത്തരം കാര്യങ്ങളിൽ കോൺട്രിബ്യൂട്ടറി ഫാക്ടേഴ്സ് ആവാനുള്ള സാധ്യതയുണ്ട്. പക്ഷെ എന്ത് തന്നെയായാലും എനിക്ക് തോന്നുന്നു ഈ ഒരു ഇൻസിഡന്റ് എംപ്ലോയേഴ്സിനെയും അതുപോലെ തന്നെ ഇവിടെയുള്ള അധികാരികളെയും കുറെ കൂടി ജാഗ്രത ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ ഉള്ള ഇതുണ്ടാവും എന്നാണ് എൻ്റെ വിശ്വാസം. അത് അവർ ചെയ്യുകയും ചെയ്യും. KV അബ്ദുൽ ഖാദർ, ഇപ്പോൾ ഷിയോവി മുസ്തഫ ചൂണ്ടിക്കാണിച്ചതുപോലെ നമുക്ക് എത്ര കണ്ട് കൺട്രോൾ ഉണ്ട് ഇത്തരം കാര്യങ്ങളിൽ? നമ്മൾ ആടുജീവിതമൊക്കെ കടന്നു വന്നിട്ടുള്ള ആളുകളാണ്. ഇപ്പോൾ ആടുജീവിതമോ ഒരു പരിധിവരെ ഇല്ലായ്മ ചെയ്യാൻ സാധിച്ചിട്ടുണ്ടാവും. പക്ഷേ ആടുജീവിതം എന്ന് പറയുമ്പോൾ നിലവിലുള്ള ജീവിത രീതിയുമായി താരതമ്യം ചെയ്യുമ്പോഴാണല്ലോ നമ്മൾ എന്താണ് ആടുജീവിതം എന്നുള്ളത് കാണുക. ഞാനത് പറയുന്നതിന് മുമ്പ് നമ്മൾ 46 പേരുടെ മൃതദേഹവുമായിട്ടാണ് വിമാനം ഇവിടേക്ക് വരുന്നത്. കേരളം, വിവിധ സംസ്ഥാനങ്ങളിലെ മരണപ്പെട്ടവരുടെ എണ്ണമെന്ന് ഞാൻ പറയാം. കേരളം 23, തമിഴ്നാട് 7, ഉത്തർപ്രദേശ് 4, ആന്ധ്രാപ്രദേശ് 3, ബീഹാർ 2, ഒഡീഷ 2, ജാർഖണ്ഡ് 1, കർണാടക 1, മഹാരാഷ്ട്ര 1, പഞ്ചാബ് 1, വെസ്റ്റ് ബംഗാൾ 1. ഇത്രയും ആളുകളുടെ മൃതദേഹവുമായിട്ടാണ് വിമാനം വരുന്നത്. അക്കാര്യത്തിലൊരു സംശയം ചോദിച്ചോട്ടെ. നേരത്തെ നോർക്ക പറഞ്ഞത്, അജിത്ത് പറഞ്ഞത് 24 മലയാളികളുണ്ട്, അതിൽ 22 പേരെ തിരിച്ചറിഞ്ഞു എന്നാണ്. വ്യക്തത വരുത്താമോ? അതെ, അതിൽ തിരിച്ചറിയാത്ത ഇതിലിപ്പോൾ 23 എന്ന ലിസ്റ്റാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. ഇപ്പോൾ ഏറ്റവും നമ്മൾ സംസാരം തുടങ്ങിയ ശേഷമുള്ള മറ്റു ഡീറ്റെയിൽസ് എൻ്റെ കയ്യിലില്ല. 23 എന്ന ലിസ്റ്റാണ്. ടോട്ടൽ 46 എൻ്റെ 45. ഒരു എണ്ണത്തിൽ വ്യത്യസ്തതയുണ്ട്. ഒരു പക്ഷേ അത് നമുക്ക് കറക്റ്റ് ചെയ്യാം. നികേഷ് നേരത്തെ ചോദിച്ച ചോദ്യം, ഇന്ത്യയുടെ പുറത്ത് ജോലി ചെയ്യുന്ന ആളുകളുടെ തൊഴിൽ സാഹചര്യങ്ങൾ, തൊഴിൽ സുരക്ഷ, ജീവിത സുരക്ഷ ഇത്യാദി കാര്യങ്ങളിൽ തീർച്ചയായിട്ടും നമ്മുടെ ഗവൺമെൻറ്റുകൾക്ക് ഇടപെടാവുന്നതാണ്. അതേസമയം കേന്ദ്ര ഗവൺമെൻറ്റാണ് മുഖ്യമായിട്ടും അത്തരം കാര്യങ്ങളിൽ ഇടപെടേണ്ടത്. ഈ പുതിയ സംഭവത്തിൻ്റെ പശ്ചാത്തലത്തിൽ സ്വാഭാവികമായിട്ടും ഇത് ഒരു ആഗോള വാർത്തയായിട്ട് വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഇന്ത്യക്കാരെ, മലയാളികളെ ഒക്കെ പാർപ്പിക്കുന്ന ഇടങ്ങളിൽ കൂടുതൽ സുരക്ഷ ഉണ്ടാക്കണം എന്നുള്ള നിലപാട് ഇന്ത്യ ഗവൺമെൻറ്റിന്
വിവിധ ഗവൺമെൻറ്റുകളുമായിട്ടുള്ള ചർച്ചകളിൽ തീർച്ചയായിട്ടും പറയാവുന്നതാണ്. അത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഇപ്പോൾ അങ്ങനെ പറയുമ്പോൾ ഗൾഫ് രാജ്യങ്ങളിലെ തൊഴിൽ ക്യാമ്പുകളെല്ലാം അപകടകരമായൊരു അവസ്ഥയിലാണ് എന്നൊന്നും പറയാൻ ഞാൻ ആളല്ല. എന്നാൽ ഇത്തരത്തിലുള്ള സ്ഥലങ്ങളിൽ കൂടുതൽ ജാഗ്രത ഉണ്ടാവേണ്ടതുണ്ട്. ഇപ്പോൾ സൗദി അറേബ്യയിലായാലും കുവൈറ്റിലായാലും ഒക്കെ തന്നെ ധാരാളം ആളുകൾ, മലയാളികളും മറ്റും താമസിക്കുന്നിടങ്ങളിൽ ഇങ്ങനെ ഒരേ മുറിയിൽ കൂടുതൽ ആളുകളെ, ഒരു മുറിയിൽ ഉൾക്കൊള്ളാൻ കഴിയാത്തത്രയും ആളുകളെ താമസിപ്പിക്കുമ്പോൾ പ്രശ്നങ്ങൾ ഉണ്ടാകും. പ്രത്യേകിച്ച് പാചകം, അത് ഈ ഗ്യാസ് സിലിണ്ടറൊക്കെ ഉപയോഗിച്ച് ചെയ്യുന്ന ഇത്തരം ഫ്ലാറ്റുകളിൽ അതിൻ്റെ സുരക്ഷകൾ കൂടി കണക്കിലെടുക്കേണ്ടതുണ്ട്. ഇത്തരം വിഷയങ്ങൾ നമ്മുടെ ചുമതലപ്പെട്ട മന്ത്രിമാരും മറ്റധികാരികളും തീർച്ചയായും വിദേശ ഭരണാധികാരികളുമായിട്ട് സംസാരിക്കേണ്ടതുണ്ട് എന്ന് തന്നെയാണ് എൻ്റെ നിലപാട്. പാടുജീവിതം കാലത്തെ എന്നൊക്കെ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അതൊക്കെ വളരെ വളരെ ഒറ്റപ്പെട്ട സംഭവങ്ങൾ മാത്രമാണ്. ഏതായാലും ഇത് നമുക്ക് നൽകുന്ന പാഠം വളരെ പ്രധാനപ്പെട്ടതാണ്. 23 മലയാളികളുടെ മൃതദേഹമാണ് നാളെ 8:30 കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെത്തുക. മുഖ്യമന്ത്രി മൃതദേഹം ഏറ്റുവാങ്ങും. ആംബുലൻസുകൾ സജ്ജമാക്കിയതായി നോർക്ക അറിയിച്ചിട്ടുണ്ട്. ഇടവേളയാണ്. ഇടവേളയ്ക്ക് ശേഷം നോക്കി, ഇങ്ങനെ ഒരു അപകടത്തെ KMCC എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? ഇതൊരു അനിവാര്യമായ ദുരന്തമാണോ ഇത്തരത്തിലുള്ള, അതായത് ചില കെട്ടിടങ്ങളിൽ ആളുകളെ കുത്തിനിറയ്ക്കുന്ന ഏർപ്പാടുകൾ കമ്പനികൾക്കുണ്ടോ? ഈ ഒരു അപകടത്തെ വളരെ ദാരുണമായ, വേദനാജനകമായ ഒരു അപകടമായിട്ടാണ് കാണുന്നത്. കുവൈത്തിന്റെ ചരിത്രത്തില് ഇത്രയും വലിയ ആളുകൾ മരണപ്പെട്ട ഒരു അഗ്നിബാധ, ഒരു ദുരന്തം ആദ്യമായിട്ടാണ് സംഭവിക്കുന്നത്. നേരത്തെ ചെറിയ തോതിലുള്ള അഗ്നിബാധയൊക്കെ ഉണ്ടാകുമ്പോൾ തന്നെ 1, 2, 3 പേരൊക്കെ മരണപ്പെടുന്ന ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷെ ഇത്രയും ആളുകൾ ഒന്നിച്ച് മരണപ്പെടുന്ന ഒരു സ്ഥിതിവിശേഷം ആദ്യമായിട്ടാണ് കുവൈത്തിൽ ഉണ്ടായിരിക്കുന്നത്. ഞാൻ മനസ്സിലാക്കുന്നത് കുവൈത്തില് വളരെ നല്ല ഈ കമ്പനിയൊക്കെ, പിന്നെ കുവൈത്തിലെ ലോ അനുസരിച്ച് ഒരു റൂമിൽ 2 പേര് 3 പേര് എന്നുള്ളതാണ്. പക്ഷെ ഏകദേശം ഒരു 4 പേരൊക്കെയാണ് ഒരു റൂമിൽ ഇവിടെ താമസിക്കുന്നുള്ളൂ. ഏകദേശം 58ഓളം വരുന്ന റൂമുകളിൽ 200-ൽ താഴെ ആളുകളാണ് ആ ഫ്ലാറ്റിൽ താമസിക്കുന്നത്. 7 നില കെട്ടിടമാണ്. അവിടെ 58ഓളം റൂമുകളുണ്ട്. അതിൽ ഏകദേശം 200-ൽ താഴെ ആളുകളാണ് അവിടെ താമസിക്കുന്നത്. ഈ അപകടം ഉണ്ടായി, ഇനി എത്ര പേർ അവിടെ ഉണ്ടായിരുന്നാൽ പോലും അവർക്ക് രക്ഷപ്പെടുവാനുള്ള ഒരു മാർഗം അവിടെ ഇല്ല എന്നുള്ളതാണ് ഈ അപകടത്തിലേക്ക്, ഇത്രയും വലിയ ഒരു ദുരന്തത്തിലേക്ക് നയിച്ചത്. താഴയില് തീ പടർന്നു പിടിച്ചു, മുകളിലോട്ട് പുക വന്നു. പക്ഷെ മുകളിലുള്ള ആളുകൾക്ക് താഴയിലേക്ക് ഇറങ്ങാൻ പറ്റാത്ത ഒരു അവസ്ഥാവിശേഷം. സ്റ്റെയർ കേസിലൂടെ ഇറങ്ങാൻ ശ്രമിച്ചപ്പോൾ പലരും പുകയിൽ മുങ്ങി. അവസാനമായിട്ട് 4-5 ബോഡികൾ നമുക്ക് സ്റ്റെയറിൽ നിന്നാണ് ലഭിച്ചത്. അങ്ങനെ സ്റ്റെയറിലൂടെ ഇറങ്ങാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ് അവിടെ ഉണ്ടായത്. പലപ്പോഴും ഈ ഫ്ലാറ്റുകളിലൊക്കെ നമ്മൾ ഒരു സുരക്ഷ അല്ലാത്ത രൂപത്തിൽ അവിടെ പിന്നെ സാഹചര്യങ്ങൾ സൃഷ്ടിക്കുന്നതാണ് ഇത്തരം അപകടങ്ങളിൽ നിന്ന് രക്ഷപ്പെടുവാനുള്ള തടസ്സങ്ങളായിട്ട് സൃഷ്ടിക്കുന്നത് എന്നുള്ളതൊരു കാരണമായിട്ട് നമ്മൾ കാണേണ്ടതുണ്ട്. പല ബിൽഡിങ്ങുകളുടെയും സ്റ്റെയർ കേസുകളിൽ പലപ്പോഴും ഈ ഒഴിഞ്ഞ സോഫകളും മറ്റ് സാമഗ്രികളും ഒക്കെ നിറച്ചുകൊണ്ട് അവിടെ ഇറങ്ങിപ്പോവാൻ പറ്റാത്ത ഒരു സാഹചര്യം സൃഷ്ടിക്കുന്നുണ്ട്, വഴിതടസ്സം സൃഷ്ടിച്ചു വെക്കുന്നു എന്നുള്ളത് ഇത്തരം അപകടങ്ങൾ ഉണ്ടാവുമ്പോൾ പെട്ടെന്ന് രക്ഷപ്പെടുവാനുള്ള ഒരു മാർഗത്തെ തടസ്സപ്പെടുത്തുകയാണ്. തീർച്ചയായും അത്തരം കാര്യങ്ങൾ അവിടെ ചർച്ച ചെയ്യപ്പെടേണ്ടതാണ്. അങ്ങനെ ഉണ്ടെങ്കിൽ അത് കൂടുതൽ ഗുരുതരമായിട്ടുള്ള സാഹചര്യമാണ്. അതുകൊണ്ടാണ് നേരത്തെ പറഞ്ഞത്, ചട്ടലംഘനം ഉള്ള 21 കേന്ദ്രങ്ങൾ ഇതിനകം തന്നെ സീൽ ചെയ്തിരിക്കുന്നു. കമ്പനിയുടെയും താമസ സ്ഥലത്തിൻ്റെ ചുമതലയുള്ളവരെയും അറസ്റ്റ് ചെയ്യും, അവരെ രാജ്യം വിടാൻ അനുവദിക്കില്ല എന്ന് കുവൈറ്റ് ഭരണകൂടം വ്യക്തമാക്കിയിട്ടുള്ളത്. അമീർ ഇക്കാര്യത്തിൽ അന്വേഷണം നടത്തുന്നുണ്ട് എന്നും നമുക്കറിയാം. KV അബ്ദുൽ ഖാദറിലേക്ക് വീണ്ടും. KV അബ്ദുൽ ഖാദർ, ഇതൊരു സെൻട്രൽ സബ്ജക്റ്റാണ്. സംസ്ഥാനം വീണ ജോർജിനെ കുവൈറ്റിലേക്ക് അയക്കാൻ തീരുമാനിച്ചിട്ടുള്ളതിൻ്റെ 2 കാരണങ്ങൾ. ഒന്ന്, പത്തനംതിട്ടയാണ് ഏറ്റവും കൂടുതൽ മരിച്ചത് എന്നുള്ളത്. 2, ആരോഗ്യമന്ത്രിയാണ് വീണ ജോർജ്. വീണ ജോർജിന് അനുമതിയില്ല എന്നുള്ള അഭ്യൂഹം പരക്കുന്നുണ്ട്. ശരിയാണോ? അല്ല, സംസ്ഥാന മന്ത്രിസഭ തീരുമാനമെടുത്ത് അടിയന്തരമായിട്ടുള്ളൊരു സാഹചര്യത്തിൽ അവർക്ക് പോകേണ്ടി വന്നതാണല്ലോ. ഇപ്പോൾ കേന്ദ്ര അനുമതിക്ക് നേരത്തെ അപേക്ഷിക്കാനൊന്നും പറ്റുന്ന ഒരു സാഹചര്യമല്ല. ഇവിടെ വിഷയം എന്താ വെച്ചാൽ, സംസ്ഥാന ഗവൺമെൻറ് അതിൻ്റെ ദൗത്യം നിർവഹിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. നമ്മുടെ സഹോദരങ്ങൾ ആശുപത്രിയിലുണ്ട്, അവരെ പോയി കാണുക എന്നുള്ളതൊരു വലിയ അപരാധമായിട്ട് നമ്മൾ കാണേണ്ടതില്ല. സംസ്ഥാന ഗവൺമെൻറ് അതിൻ്റെ
അതിൽ അർപ്പിതമായ ചുമതല നിർവഹിക്കുകയാണ്. അത് പത്തനംതിട്ടയിൽ നിന്ന് കൂടുതൽ ആളുകളുണ്ടോ ഇല്ലോ എന്നതിനപ്പുറം സംസ്ഥാനത്തെ മലയാളികൾ ഏറ്റവും കൂടുതൽ അകപ്പെട്ട ഒരു ദുരന്തം എന്നുള്ള നിലയിൽ സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ തീരുമാനം തീർച്ചയായിട്ടും ഉചിതമാണ്. ആരോഗ്യമന്ത്രി ശ്രീമതി വീണ ജോർജിൻ്റെ സന്ദർശനം തീർച്ചയായും ന്യായീകരിക്കപ്പെടാവുന്നതാണ്. അത് അനിവാര്യമായിട്ട് വേണ്ടൊരു സംഗതിയാണ്. മറ്റു കാര്യങ്ങളിലേക്ക് ഞാനിപ്പോൾ ചർച്ച ശരി, അതൊരു വിവാദമല്ല എങ്കിൽ പോലും ശ്രീ കെ പി ഫാബിയൻ, നമുക്കറിയാം കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രി അവിടെ എത്തിയിട്ടുണ്ട്. ഒരു രാജ്യത്തിൻ്റെ പ്രതിനിധിയായി കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രി ഉണ്ട്. പക്ഷേ ഇവിടെ നിന്നുള്ള തൊഴിലാളികളാണ് കൂടുതൽ പേർ മരിച്ചിട്ടുള്ളത്. മാത്രമല്ല നമ്മളെ സംബന്ധിച്ചിടത്തോളം ഗൾഫ് രാജ്യങ്ങൾ എന്ന് പറയുന്നത് 15ാമത്തെയും 16ാമത്തെയും 17ാമത്തെയും 18ാമത്തെയും ഒക്കെ ജില്ലകളായി പോലും നമ്മൾ കണക്കാക്കുന്നതാണ്. വളരെ അടുത്ത ബന്ധം നമ്മൾ ഇവരുമായിട്ടൊക്കെ ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇത്തരത്തിലൊരു ദുരന്തം ഉണ്ടാകുമ്പോൾ നമ്മുടെ ഒരു പ്രതിനിധി അവിടേക്ക് ചെല്ലാൻ ശ്രമിക്കും. എന്തുകൊണ്ടായിരിക്കും സാങ്കേതികത്വം പറഞ്ഞ് കേന്ദ്ര സർക്കാർ അത് തടയുന്നത്? ടെക്നിക്കലായിട്ട് പറഞ്ഞാൽ ഒരു സ്റ്റേറ്റ് മിനിസ്റ്റർക്ക് പുറത്തേക്ക് പോകണമെങ്കിൽ എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്ട്രിയിൽ നിന്ന് ക്ലിയറൻസ് വേണം. അപ്പോൾ ആ ക്ലിയറൻസ് താങ്കൾ പറഞ്ഞതുപോലെ കൊടുത്തിട്ടില്ലായിരിക്കാം. എൻ്റെ അഭിപ്രായത്തിൽ കേരളത്തിൽ നിന്ന് ആരോഗ്യമന്ത്രി അയക്കുന്നത് നല്ല കാര്യമാണ്. പക്ഷെ അതേ സമയത്ത് തന്നെ നമ്മൾ മനസ്സിലാക്കാനുള്ളത് എംബസിക്കാണ് ഇതിനുള്ള ഉത്തരവാദിത്വം. ഇപ്പോൾ MOS KV സിംഗിന് അയച്ചത് അതിനെപ്പറ്റി തന്നെ ഞാൻ ഒരു റിമാർക്ക് പറയാൻ ആഗ്രഹിക്കുന്നു. കാരണം അപ്പോൾ അംബാസഡർക്ക് ഈ എമർജൻസി മാത്രമല്ല ഈ മിനിസ്റ്ററുടെ കാര്യം കൂടി അന്വേഷിക്കേണ്ടി വരും. മനസ്സിലായില്ല. അപ്പോൾ അൺഡിവൈഡഡ് അറ്റൻഷൻ കൊടുക്കാൻ സാധിക്കുന്നില്ല. അപ്പോൾ ഇങ്ങനൊരു അവസ്ഥയുള്ളപ്പോൾ അധികം സന്ദർശകർ ഇന്ത്യയിൽ നിന്ന് വരുന്നത് പൊതുവെ പറഞ്ഞാൽ നല്ലതല്ല. പക്ഷെ അതേ സമയത്ത് തന്നെ എൻ്റെ അഭിപ്രായത്തിൽ MEAക്ക് മന്ത്രി വീണ ജോർജിനുള്ള അനുമതി കൊടുക്കാമായിരുന്നു. പക്ഷേ ശ്രീ ഫാബിയൻ അങ്ങ് നേരത്തെ ചൂണ്ടിക്കാണിച്ചതുപോലെ ഇവാക്വേഷൻ കാലഘട്ടത്തിൽ അന്ന് KP ഉണ്ണികൃഷ്ണൻ എന്ന മന്ത്രി രാജ്യത്തിൻ്റെ മന്ത്രി എന്നുള്ള നിലയിലായിരുന്നു അവിടേക്ക് പോയിട്ടുള്ളത്. പക്ഷേ സംസ്ഥാനത്തിൻ്റെ ഭാഗത്ത് നിന്നുള്ള സഹകരണം പൂർണ്ണമായി ഉപയോഗപ്പെടുത്തിയിരുന്നു. നമ്മുടെ വ്യവസായികളുടെ കൂടി ഒരു ദൗത്യമായിരുന്നു അല്ലേ അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് നമ്മുടെ ആളുകളെ കൊണ്ടുവരിക എന്നുള്ളത്. യാത്ര റദ്ദാക്കിയെന്നാണ് ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരം ശ്രീ KP ഫാബിയൻ. അതെ, അത് അന്നത്തെ കാലത്ത് എംബസിയും ഇന്ത്യൻ കമ്മ്യൂണിറ്റിയും എല്ലാവരും കൂടെ ഒത്തൊരുമിച്ച് പ്രവർത്തിച്ചു. അതുകൊണ്ടാണ് നമുക്ക് ചെയ്യാൻ സാധിച്ചത്. അതുപോലെയുള്ള ഒത്തൊരുമിച്ചുള്ള പ്രവൃത്തി ഇപ്പോഴും ഉണ്ട്. നമ്മുടെ എംബസീസും കമ്മ്യൂണിറ്റീസുമായിട്ട് ഇന്ത്യൻ കമ്മ്യൂണിറ്റിയുമായിട്ട് നല്ല ബന്ധമുണ്ട്. ഇങ്ങനെ ഒരു എമർജൻസി ഉള്ളപ്പോൾ ഇന്ത്യൻ കമ്മ്യൂണിറ്റി തന്നെ വളണ്ടറി ചെയ്യും ഒരുപാട് സഹായം കൊടുക്കാനായിട്ട്. ഇപ്പോൾ കേന്ദ്രത്തിന് വിദേശകാര്യ മന്ത്രാലയം നമുക്ക് സ്വന്തമായ വിദേശ നയം സാധ്യമല്ല. പക്ഷേ നമുക്ക് നോർക്കയുണ്ട് ഇവരുടെ ക്ഷേമകാര്യങ്ങൾ അന്വേഷിക്കാനുള്ള. നമ്മുടെ ഇവിടെയുള്ള സാമൂഹ്യക്ഷേമം എന്ന് പറയുന്നത് നമ്മുടെ സംസ്ഥാനത്തിൻ്റെ മാത്രമല്ല, സ്വാഭാവികമായിട്ടും നമ്മുടെ മലയാളികളായ ആളുകളുടെയൊക്കെ സാമൂഹ്യക്ഷേമം നമുക്ക് പരിശോധിക്കാവുന്നതേ ഉള്ളൂ. നല്ല കാര്യമാണ്. തന്നെയുമല്ല, നമ്മുടെ ഗൾഫിലുള്ള എംബസീസിൽ കൂടുതൽ മലയാളി ഉദ്യോഗസ്ഥന്മാർ വേണം. ഞാൻ പറഞ്ഞത് അംബാസഡർ ആവണമെന്നല്ല ഞാൻ പറഞ്ഞത്. കോൺസുലർ സെക്ഷനിലും മറ്റു സെക്ഷനിലും മലയാളം പറയുന്ന കൂടുതൽ, കാരണം ഞാൻ ദോഹയിലായിരുന്നപ്പോൾ അംബാസഡർ ആയിരുന്നപ്പോൾ 24/7 ഒരു മെയ്ഡ് ഇപ്പം എംബസിയിലേക്ക് വന്നാൽ രാത്രി 12 മണിക്ക് വന്നാൽ അരമണിക്കൂറിനകം ആ മെയ്ഡിൻ്റെ മാതൃഭാഷ സംസാരിക്കുന്ന ഒരു ഉദ്യോഗസ്ഥൻ അവിടെ എത്തും. മനസ്സിലായില്ലേ? ഭാഷ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എല്ലാവർക്കും ഹിന്ദിയും അല്ലെങ്കിൽ ഇംഗ്ലീഷും അറിയില്ല. അവരുടേതായ മാതൃഭാഷയിൽ ഒരു ഗവൺമെൻറ് ഉദ്യോഗസ്ഥനോട് സംസാരിക്കാൻ എല്ലാവർക്കും അവകാശമുണ്ട്. അപ്പം അതൊക്കെ നമ്മൾ നോക്കേണ്ടതാണ്.